അതായത് ഒരു ബിസിനസ് തുടങ്ങി സക്സസ്ഫുൾ ആണ്, ബിസിനസ് ഓടുന്നു, പക്ഷെ പിന്നീട് അത് എന്തുകൊണ്ടാണ് അടുത്ത മക്കൾ ചെയ്യുന്ന സമയത്ത് അത് പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്ത് പോകുമ്പോൾ പരാജയപ്പെടുന്നത്? അത് എന്തുകൊണ്ടാണ്? ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതിന്റെ എല്ലാ സിസ്റ്റംസും അത് ബ്രേക്ക് ചെയ്യും. ഇതേ സംഭവമാണ്. എത്ര സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടും എത്രത്തോളം സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ കണ്ടിന്യൂവേഷൻ മേക്ക് ഷുവർ ചെയ്യാൻ നമുക്ക് വരണം. അത് ലീഡർഷിപ്പിന്റെ വലിയൊരു പ്രാധാന്യം അവിടെയാണ് വരുന്നത്. നല്ലൊരു ലീഡർക്ക് മാത്രമേ ഈ ഉണ്ടാക്കി വെച്ചൊരു സാധനത്തിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനും ഡെവലപ്പ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഫാമിലി ഏറ്റവും വിശ്വസിച്ചാണല്ലോ നമ്മൾ ഫാമിലി ബിസിനസ് ചെയ്യുക, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഫാമിലിയെ നമുക്ക് ഏൽപ്പിക്കാം. പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ ഡെസിഗ്നേഷനിലേക്ക് നമ്മളുടെ ആളെ കൊണ്ടുവരുമ്പോൾ അവിടെ കണ്ണിച്ചോര, ദയ, സെൻറ്റിമെൻറ്റ്സ്, മനസാക്ഷി, അങ്ങനത്തെ യാതൊരു കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ജോബ് ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സംരംഭകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. 16 വയസ്സിലും 18 വയസ്സിലും മില്യനേഴ്സാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എക്സ്പീരിയൻസ് എത്രത്തോളം മാറ്റർ ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ്സിൽ? എക്സ്പീരിയൻസ് മാറ്റർ തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഒരു 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു 18ാമത്തെ വയസ്സിൽ ഒരു സംരംഭകൻ ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് വർക്കിൽ വരില്ല, ഉറപ്പായിട്ടും വരില്ല. ഏതൊരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കുന്നത് ബിസിനസ് തുടങ്ങുക, അവനെ സ്റ്റേബിൾ ആക്കുക. ഒരു ബിസിനസ് ശരിക്കും എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്? ഒരു ബിസിനസ്സുകാരൻ എപ്പോഴാണ് ഫ്രീ ആവുന്നത്? ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആക്ച്വലി ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പുറകെ ബാക്കിയുള്ള അതിൻ്റെ പിന്നിൽ വരുന്ന കാറ്റഗറി ആളുകൾ എല്ലാവരും ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇറങ്ങും. ഫെയിൽ ആവാനുള്ള ചാൻസ് അത്രത്തോളം കൊടുക്കും. യൂസുഫ് അലി 50 വർഷം എടുത്തിട്ടാണ് ഇന്നത്തെ യൂസുഫ് അലി ആയതെങ്കിൽ ഇനിയുള്ള അടുത്ത യൂസുഫ് അലി ഉണ്ടാവാൻ ചിലപ്പോൾ 3-4 വർഷം മതിയായിരിക്കാം. ഡെലിഗേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി എന്നുള്ളതാണ്. ശരിയല്ലേ? പഴയ പോലെ പൈസ ഉണ്ടാക്കാൻ പാടുള്ളൊരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് യുണീക്ക് ആവണം. അത് ചിലപ്പം നിലവിലുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിലും അതിൽ വെറൈറ്റികൾ കൊണ്ടുവന്ന് നല്ല ടീം മാനേജേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് നമ്മൾ മാറി കൃത്യമായിട്ട് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിം നമ്മൾ വിജയിക്കും. ബിസിനസ് ഐഡിയ ഉള്ളവരെല്ലാവരും ബിസിനസ് ചെയ്യാറില്ല, ചെയ്തവരെല്ലാം വിജയിക്കാറില്ല. ഇനി വിജയിച്ചവരാണെങ്കിൽ പോലും പലപ്പോഴും അത് നിലനിർത്താൻ സാധിക്കാറില്ല. ഇന്ന് കൂടെയുള്ളത് സ്റ്റെപ്പെക്സ് ഇൻ്റർനാഷണലിൻ്റെ MD ആണ്. അദ്ദേഹം ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ്. ഒരുപാടധികം ബിസിനസ്സുകളെ കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിനടുത്ത് മിസ്റ്റർ ടോണി സജിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ബിസിനസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബിസിനസ്സും എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്നില്ല, തുടങ്ങാൻ നിലനിർത്താൻ പറ്റുന്നില്ല, പലതും ഫെയിൽ ആവുകയാണ്. സാധാരണ സക്സസ്സിന് പിന്നിൽ എന്താണെന്ന് ചോദിക്കുന്നതിന് വരെ ഞാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് ബിസിനസ്സുകൾ ഫെയിൽ ആവുന്നത്? ബിസിനസ്സുകൾ ആക്ച്വലി ഇന്ന് ഫെയിൽ ആവാനുള്ള കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഇല്ലാത്തത് കൊണ്ടോ, അവർക്കൊരു താല്പര്യമില്ലാതെ അവർ ഇറങ്ങിയത് കൊണ്ടോ ഒന്നുമല്ല. കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഇല്ല. അവർക്ക് ഒരു എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നറിയില്ല. അവരുടെ മുമ്പിലുള്ള എല്ലാ വഴികളും അവർ ട്രൈ ചെയ്ത് ലാസ്റ്റ് അവർ ഫെയിലിയറിലേക്ക് എത്തുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫെയിലായി പോകാനുള്ള യാതൊരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല. പക്ഷേ അവർ ചെയ്യുന്ന സംഭവങ്ങൾ, ചില കാര്യങ്ങൾ, അവരുടെ സ്ട്രാറ്റജി ഇല്ലായ്മ, അവരുടെ പ്ലാനിങ് ഇല്ലായ്മ, എക്സിക്യൂഷൻ ഇല്ലായ്മ, ഗൈഡ് ലൈൻസ് ഇല്ലായ്മ. അവർ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് എത്രത്തോളം പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ വരിക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിനെ അവരുടെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം നമ്മൾ പണ്ട് കാലം തൊട്ട് പല വളർച്ചകളും നമ്മുടെ നാട്ടിൽ തന്നെ കാണും. ഇപ്പോൾ ഒരു കട തുടങ്ങിയ ചേട്ടൻ 2 കട തുടങ്ങി, 3 കട തുടങ്ങി, അങ്ങനെ പോവും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ബിസിനസ് ചെയ്തു, കച്ചവടം നടത്തി, കാശുണ്ടാക്കി, അതങ്ങനെ പോവുകയാണ്. പക്ഷെ പലപ്പോഴും ഇവരുടെ മക്കൾ ആ ഒരു കച്ചവടം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവരൊരു 4 കട കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ ലാഭമുള്ള സംഭവം ലാഭം ഇല്ലാതായി തീരുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതായത് ഒരു ബിസിനസ് തുടങ്ങി സക്സസ്ഫുൾ ആണ്, ബിസിനസ് ഓടുന്നു, പക്ഷെ പിന്നീട് അത് എന്തുകൊണ്ടാണ് അടുത്ത മക്കൾ ചെയ്യുന്ന സമയത്ത് അത് പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്ത് പോകുമ്പോൾ പരാജയപ്പെടുന്നത്? അത് എന്തുകൊണ്ടാണ്? ഇത് ആക്ച്വലി വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ കൺസൾട്ടിങ് ഒക്കെ കൊടുത്ത് വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നമുക്ക് ഈ കറങ്ങി മൂക്കി പിടിക്കുന്നതിന് പകരം നല്ല സ്ട്രോങ് ആയിട്ട് കൃത്യമായിട്ട് മൂക്കി പിടിക്കാനുള്ള ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്ത് എളുപ്പ വഴികളും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ കൊടുത്ത് ബിസിനസ്സുകളെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ ഒരുപക്ഷെ തിരിച്ചു വരും. ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ കഴിഞ്ഞ് തിരിച്ചു വരും. കാരണം അവർക്ക് ഓവർ കോൺഫിഡൻസ് ആയി, എല്ലാം സിസ്റ്റമാറ്റിക് ആയി എന്നുള്ള രീതിയിൽ. പിന്നെ അവരതിൽ നിന്ന് തിരിഞ്ഞ് അവരുടെ മറ്റൊരു ട്രാക്കിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ നിന്ന് വീണ് പോകുന്നത് കാണാറുണ്ട്. ഇതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്ത
അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതിൻ്റെ എല്ലാ സിസ്റ്റംസും അത് ബ്രേക്ക് ചെയ്യും അല്ലേ? ഇതേ സംഭവമാണ്. എത്ര സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടും എത്രത്തോളം സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ മേക്ക് ഷുവർ ചെയ്യാൻ നമുക്ക് വരണം. അത് ലീഡർഷിപ്പിൻ്റെ വലിയൊരു പ്രാധാന്യം അവിടെയാണ് വരുന്നത്. നല്ലൊരു ലീഡർക്ക് മാത്രമേ ഈ ഉണ്ടാക്കി വെച്ചൊരു സാധനത്തിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനും ഡെവലപ്പ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഈ ലീഡർ എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു പാട്രിയാർക്ക് അല്ലെങ്കിൽ മാട്രിയാർക്ക് ആ ഒരു ഫാമിലിയിൽ ഇത് തുടങ്ങുന്ന ഒരാളായിരിക്കുമല്ലോ. അതിനുശേഷം ഇപ്പോൾ ജനറേഷൻസ് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം, അവർ പോകുന്നു, അവർ പുറത്തുനിന്നുള്ള ആളുകളെ എടുക്കുന്നു, അവരത് ഫാമിലിക്ക് അതിൽ പ്രാധാന്യം കൊടുക്കുന്നതിലുപരി പണി ചെയ്യാനറിയാവുന്നവരെ വെക്കുന്നു. അതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത്. സോ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുകളിൽ, നമ്മൾ ഈ റോളുകൾ കൊടുക്കുന്ന ആളുകളിൽ ഫാമിലി ഏറ്റവും വിശ്വസിച്ചാണല്ലോ നമ്മൾ ഫാമിലി ബിസിനസ് ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഫാമിലിയെ നമുക്ക് ഏൽപ്പിക്കാം. പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ ഡെസിഗ്നേഷനിലേക്ക് നമ്മളുടെ ആളെ കൊണ്ടുവരുമ്പോൾ അവിടെ കണ്ണിച്ചോര, ദയ, സെൻറ്റിമെൻറ്റ്സ്, മനസാക്ഷി, അങ്ങനത്തെ യാതൊരു കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഒരു പർട്ടിക്കുലർ പൊസിഷൻ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല്, അതിനനുസരിച്ചുള്ള ടാലൻറ്റ്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വിൽ പവർ, ഈ സാധനങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് പ്രൊഡക്റ്റ് നോളജിനേക്കാൾ കൂടുതൽ ആറ്റിറ്റ്യൂഡും സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെയാണ് അല്ലേ? അപ്പോൾ അത് ആ ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പർക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ സ്നേഹബന്ധത്തിൻ്റെ പേര് വേണ്ട എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ പല ബിസിനസ്, പ്രത്യേകിച്ച് മലപ്പുറം കാലിക്കറ്റ് മേഖലയിലേക്കുള്ള ആളുകൾ, അവർ കൂടുതൽ അവരുടെ ഫാമിലി റിലേഷൻസും ഒക്കെ ആയിട്ട് ഒരുപാട് കമ്മിറ്റഡാണ്. ഇപ്പോൾ മലബാർ മേഖലകളിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ എടുത്ത് വെച്ച ഫാമിലി മെമ്പേഴ്സിനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പണി അറിയാവുന്ന ആളുകളല്ല കൂടെ ഇരിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് മാനേജ് ചെയ്യാനും ഡെലിഗേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ സ്കൂൾ തൊട്ട് എനിക്ക് വലുതാകുമ്പോൾ ഐ വോണ്ട് ടു ബി എ മില്യനെയർ, ഐ വോണ്ട് ടു ബി എ ബില്യനെയർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുക. എല്ലാവരും ബിസിനസ് ചെയ്യാൻ യോഗ്യരാണോ? ഇത് ആക്ച്വലി ഓരോ കാലത്തിനും ഓരോ ട്രെൻഡുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പത്തെ ഒരു ട്രെൻഡായിരുന്നു ഗവൺമെൻറ് ജോബ്. അതിനുശേഷമുള്ളൊരു ട്രെൻഡാണ് ഈ എബ്രോഡ് ജോബ്, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, സെറ്റിൽ ആവുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആക്ച്വലി ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ അതിൻ്റെ പുറകെ ബാക്കിയുള്ള അതിൻ്റെ പിന്നിൽ വരുന്ന കാറ്റഗറി ആളുകൾ എല്ലാവരും ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇറങ്ങും. ഫെയിൽ ആവാനുള്ള ചാൻസ് അത്രത്തോളം കൊടുക്കും. കാരണം അവർ പഠിച്ചിട്ടോ അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസിലോ എക്സ്പീരിയൻസിലോ ഒന്നുമല്ല അവർ ഈ പറയുന്ന പ്രോസസ്സുകളിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ജോബ് ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സംരംഭകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതിനുശേഷം വന്ന ട്രെൻഡ്, അതായത് യൂറോപ്പിൽ സെറ്റിൽ ചെയ്യുക. എൻ്റെ വൈഫ് യൂറോപ്പിൽ സെറ്റിൽഡാണ്. അവിടെ നിന്ന് ഞാൻ ഈ പറയുന്ന കംഫർട്ട് സോണുകളെല്ലാം ബ്രേക്ക് ചെയ്ത് എൻ്റെ പാഷനും എൻ്റെ ഇഷ്ടവും എനിക്കറിയാവുന്ന കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ അതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ലോകത്തിൻ്റെ ഒരു വലിയ തലത്തിലേക്ക് നമുക്കതിനെ എത്തിക്കാൻ പറ്റും. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണോ ഈ യുവതലമുറ ഇറങ്ങുന്നത് എന്ന് ഓരോ ബിസിനസ്സുകാർ, ഈ ഇറങ്ങുന്ന ഓരോരുത്തർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ എൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. മറ്റവൻ വിജയിച്ചു, മറ്റവൾ വിജയിച്ചു എന്ന് വെച്ച് ഞാൻ ഇറങ്ങരുത്. അപ്പം ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ? ഒരിക്കലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു കോൺസെപ്റ്റ് അല്ല. ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി എനിക്ക് വളരാനോ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല, അതതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത്, പ്രൊഡക്റ്റ് ഡിസൈനിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം ഇത് എത്രത്തോളം പേർക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം പേരുടെ ഏതെല്ലാം പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ എൻ്റെ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അല്ലെങ്കിൽ എൻ്റെ സർവീസ് ലൈനിന് സാധിക്കും എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളുടെ ആദ്യത്തെ ഉദ്യമം. അതിനുശേഷം ആ ഒരു സാധനം കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉപഭോക്താവിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിസോഴ്സ് നമുക്ക് വേണം, അതിന് ചിലപ്പം മാർക്കറ്റിംഗ് വേണം, സെയിൽസ് വേണം, ഇങ്ങനെ പല വിഭവങ്ങൾ വേണം. ഈ വിഭവങ്ങളെ ഒന്നിച്ചു കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഉദ്യമം. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒന്നിച്ചു കൂട്ടിയതിനെയൊക്കെ നീറ്റായിട്ട് കൊണ്ടുപോകണം, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം, ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം, പുറത്താക്കേണ്ടവരെ പുറത്താക്കണം, പുതിയ ആളുകളെ കൊണ്ടുവരേണ്ട സമയത്ത് പുതിയ ആളുകളെ കൊണ്ടുവരണം. അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെയൊക്കെ മാനേജ് ചെയ്തു പോകുന്നൊരു കാര്യസ്ഥനാണ് നമ്മൾ. അവിടെ നിന്ന്
അതിൻ്റെ ശമ്പളം, കാരിസിൻ്റെ ശമ്പളം നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊള്ളും. കാരിസൻ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ കാരിസൻ പുറത്താവും. സ്വന്തം കാശാണേലും സ്വന്തം ബിസിനസ് ആണേലും Yes, yes, സ്റ്റീവ് ജോബ്സിന് വരെ പുറത്താക്കിയതാണ്. അതാണ്. അങ്ങനെ പിന്നെ ഇപ്പം എക്സ്പീരിയൻസിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ ടാറ്റ പോലത്തെ കമ്പനികൾ, ഏത് കമ്പനി വന്നാലും എക്സ്പീരിയൻസ് ഉള്ളവരെ, പണി അറിയുന്നവരെ എടുക്കണം എന്നാണല്ലോ ഇപ്പോൾ ടോണി പറഞ്ഞത്. ഇപ്പോൾ ജെഫ് ബെസോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാടിക്കേറി ബിസിനസ്സിന് ചെയ്യാനായിട്ട് ഒന്നിനും ഇറങ്ങരുത്. ഞാൻ 30 വയസ്സിലാണ് ആമസോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ആമസോൺ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 16 വയസ്സിലും 18 വയസ്സിലും മില്യനേഴ്സ് അവരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എക്സ്പീരിയൻസ് എത്രത്തോളം മാറ്റർ ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ്സിൽ? എക്സ്പീരിയൻസ് മാറ്റർ തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഒരു 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു 18-ാമത്തെ വയസ്സിലൊരു സംരംഭകൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് വർക്കിൽ വരില്ല, ഉറപ്പായിട്ടും വരില്ല. അതേസമയം ഒരു 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഈ 18 വയസ്സുകാരൻ അയാളുടെ ബിസിനസ് തുടങ്ങിയതെങ്കിൽ, ഇപ്പോൾ എത്രയോ പേര് 16-ാമത്തെ വയസ്സിൽ ഫിസിക്സിൽ ഒരുപാട് അറിവുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് വലിയ റിസർച്ച് പേപ്പേഴ്സിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഈ അടുത്ത സമയത്തൊക്കെ കുറേ വൈറലായത് കണ്ടിട്ടുണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഒരു 40 വയസ്സുകാരന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും പല സയൻറ്റിഫിക് ആയിട്ടും അല്ലാതെയൊക്കെ കണ്ടുപിടിച്ച കുറേ കേസുകൾ നമ്മൾ പിള്ളേരുടെ കേസിൽ കാണുന്നുണ്ട്. കൊച്ചു പിള്ളേരുടെ കേസിൽ അവരൊറ്റയ്ക്കല്ല അത് ചെയ്തത്. അവർ ഇൻ്റർനെറ്റിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ സപ്പോർട്ട് അവരെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചുറ്റും ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകൾ ആരൊക്കെയാണോ അവരുടെയൊക്കെ മെൻറ്റർഷിപ്പ് ഇവരെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവരൊരു വിജയത്തിലേക്ക് എത്തിക്കുക. അതിപ്പോൾ ബിസിനസ് ആണെങ്കിൽ പോലും അവർക്ക് മാർക്കറ്റിംഗ് എന്താണ്, സെയിൽസ് എന്താണ്, ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ് ഏതൊരു പ്രായത്തിലും എവിടെ എത്തിക്കാൻ പറ്റൂ. അതിനിപ്പോൾ 60 വയസ്സുകാരൻ വെറുതെ ചെയ്താലും പരാജയപ്പെടും. ഇതൊന്നുമില്ലാതെ 60 വയസ്സുകാരൻ ചെയ്താലും പരാജയപ്പെടും. പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ്സിനെ എങ്ങനെ നമുക്ക് ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റും? അതായത് ഇപ്പോൾ എനിക്ക് 16 ആണെങ്കിലും ഞാൻ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വെച്ചാണ് ഇത് മാനേജ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഐഡിയാസിനെ എനിക്ക് റൈറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പം പൊതുവേ എല്ലാവരും പറയുന്നതാണ്, ഇപ്പം ടാറ്റ വളരെ നേരത്തെ തന്നെ അവർ വലുതായി, റിലയൻസ് വലിയ കമ്പനിയായി. അതുപോലെ നമ്മുടെ നാട്ടിലോട്ട് വരികയാണെങ്കിൽ ലുലു ഭയങ്കര വലുതായി, മണപ്പുറം, മുത്തൂറ്റ്, അങ്ങനെ പല പല ഏരിയയിലുള്ള ആളുകൾ ജയൻസ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനത്തെ ഗ്രൂപ്പുകൾക്ക് വരാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമില്ല, അതൊക്കെ തോന്നൽ മാത്രമാണ്. ആ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ചെറിയ പ്രായത്തിൽ മില്യനേഴ്സ് ആവുന്ന ആളുകൾ എത്ര പേരായിരുന്നുള്ളത്? ചെറിയ പ്രായത്തിൽ, ചെറിയ എക്സ്പീരിയൻസിൽ. അപ്പോൾ അവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും? ഒരുപക്ഷെ അന്ന് യൂസുഫ് അലി 50 വർഷം എടുത്തിട്ടാണ് ഇന്നത്തെ യൂസുഫ് അലി ആയതെങ്കിൽ ഇനിയുള്ള അടുത്ത യൂസുഫ് അലി ഉണ്ടാവാൻ ചിലപ്പോൾ 3-4 വർഷം മതിയായിരിക്കാം. ഇപ്പോൾ നമ്മുടെ പെർപ്ലെക്സിറ്റിയുടെ ഓണർ, അദ്ദേഹത്തിൻ്റെ ഇൻകം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനം, ടേൺ ഓവർ എത്രയായി മാറിയിട്ടുണ്ടെന്ന് ജസ്റ്റ് കണക്കുകളൊന്നെടുത്ത് പരിശോധിക്കണം. ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ ചെറിയ സമയം കൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കി. അപ്പോൾ അത് നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഒരിക്കലും പഴയ പോലെ പൈസ ഉണ്ടാക്കാൻ പാടുള്ളൊരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് യുണീക്ക് ആവണം. അത് ചിലപ്പം നിലവിലുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിലും അത് നമ്മുടെ ബിസിനസ്സാക്കി നമ്മൾ മാറ്റുമ്പോൾ അതിനെ ഇന്നൊവേറ്റീവ് ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിൽ വെറൈറ്റികൾ കൊണ്ടുവന്ന് നല്ല ടീം മാനേജേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന രീതിയിലേക്ക്, ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് നമ്മൾ മാറി കൃത്യമായിട്ട് ഇതിനെ കൊണ്ടുപോകാനുള്ളൊരു സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിം നമ്മൾ വിജയിക്കും. അങ്ങനെയാണെങ്കിൽ പരാജയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാം. ഇപ്പോൾ വിജയിക്കുന്നവരെ കുറിച്ച് എല്ലാവരും സംസാരിക്കും, പരാജയപ്പെടുന്നവരെ, അവർ വിജയിക്കുന്ന വരെ ആരും അറിയാറില്ല. എല്ലാവർക്കും വിജയിക്കാൻ പറ്റാറുമില്ല. ചിലപ്പോൾ ഒരു 5 ബിസിനസ് കഴിഞ്ഞ് 6th ബിസിനസ് ജയിച്ചവരുണ്ട്, 10 കഴിഞ്ഞ് 11 ജയിച്ചവരുണ്ട്, 20 കഴിഞ്ഞ് 21 പൊട്ടിയവരുണ്ട്. അത്രയൊക്കെ പോകാനുള്ളൊരു ധൈര്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും റിയലിസ്റ്റിക്കലി എത്ര ബിസിനസ് വരെ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നെക്കൊണ്ട് പറ്റുന്നില്ല? അങ്ങനെ ഉണ്ടോ ഒരു സ്റ്റേജ്? ഒരിക്കലും അങ്ങനെയില്ല. ഇപ്പോൾ ജെഫ് ബെസോസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. 12 വർഷം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജെഫ് ബെസോസ് അദ്ദേഹത്തിൻ്റെ ആമസോൺ എന്ന് പറയുന്ന ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ തുടങ്ങിയത്. അതുവരെ അദ്ദേഹം വളരെയധികം സ്ട്രഗിളുകൾ ഫേസ് ചെയ്തു. ആ 12 വർഷം വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ അദ്ദേഹം ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. വേണമെങ്കിൽ, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഒന്നാലോചിച്ച് നോക്കി, ആ 12 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിധി എഴുതിയിരുന്നെങ്കിൽ ഇന്ന് ജെഫ് ബെസോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരുപക്ഷെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ബില്യനേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടാവില്ലായിരുന്നു, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും 60-ാമത്തെ വയസ്സായിക്കോട്ടെ 70-ാമത്തെ വയസ്സായിക്കോട്ടെ എപ്പോഴാണോ ഒരാൾ വിജയിക്കാനുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളൊരു പരാജയമല്ല.
ഏത് നിമിഷവും കയറി ക്ലിക്കാവാം. അതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, അയാളുടെ ബിസിനസ് ക്ലിക്കാവും. പക്ഷേ ഒരു ബിസിനസ് എപ്പോഴാണ് പൂട്ടേണ്ടത്? സ്റ്റോപ്പ് ചെയ്യേണ്ടതോ? എപ്പോഴാണ് നമ്മളൊരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അതായത് ഈ ഫെയിൽഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ പലരും എന്ത് പറ്റുമെന്ന് വെച്ചാൽ എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പൈസ വരുന്നില്ല, നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏത് പോയിന്റിലാണ് ഇനി നഷ്ടം എടുക്കണ്ട, ഇവനെ അടച്ചു പൂട്ടിയേക്കാം എന്നൊരു ബിസിനസ്സുകാരൻ തീരുമാനിക്കണ്ടേ? ഈ പലരും ഈ ബിസിനസ് നിർത്തുന്നത് സഹികെട്ട് ഒരു രക്ഷയില്ലാതായിട്ട് ബിസിനസ് നിർത്തുന്ന സ്റ്റേജ് എന്ന് വെച്ചാൽ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു, പുറത്തുനിന്ന് ഇനി ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കാനില്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് ബിസിനസ് നിർത്തുന്നത്. പക്ഷേ ആ നിർത്തുന്ന സമയം എൻ്റെ ബിസിനസ്സിന് ഇനി മുന്നോട്ടുള്ള ഭാവി എന്താണ്, കണ്ടിന്യൂ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ, എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല ഒരു ബിസിനസ്സിലും അവസാനിപ്പിക്കുന്നത്. പൈസ തീരുന്നു, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു, കടത്തിലാവുന്നു, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് ജനറലി നടക്കുന്നൊരു കാര്യം. അതേസമയം ആ സമയത്ത് ഒരു ക്ലയൻറ്റിന്, അതായത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ക്ലയൻറ്റിനെ ഒരു കൺസൾട്ടൻറ്റിൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞങ്ങളെപ്പോലെ ഒരു കോർപ്പറേറ്റ് ട്രെയിനർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കൺസൾട്ടൻറ്റിൻ്റെയൊക്കെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അവർ ചിന്തിക്കാത്ത ഡയമെൻഷൻസിൽ നിന്നുകൊണ്ടായിരിക്കും ഒരു കൺസൾട്ടൻറ്റ് ചിന്തിക്കുന്നത്, ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ചിന്തിക്കുന്നത്. ഓക്കെ, അവിടെ ചിലപ്പോൾ ഡേറ്റ വെച്ചിട്ടുള്ള അനാലിസിസ് ആയിരിക്കും ഞങ്ങൾ നടത്തുന്നത്. എത്ര കസ്റ്റമേഴ്സ്, എത്ര സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, ഈ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, എത്ര പേരിലേക്ക് ഇത് എത്തി, എത്ര പേരിലേക്ക് ഇനി എത്താനുണ്ട്, എത്ര കോമ്പറ്റീറ്റേഴ്സ്, അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്, അങ്ങനെ മൾട്ടിപ്പിൾ ഇവർ ചിന്തിച്ചിട്ടില്ലാത്ത ഡയമെൻഷൻസിൽ ചിന്തിച്ച് 3D 6D 10D എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രത്തോളം ഡയമെൻഷനിൽ ചിന്തിച്ചായിരിക്കും നമ്മളൊരു ഫൈനലൈസേഷനിലേക്ക് എത്തുന്നത്. ഇതിന് ഇവർ കണ്ടിട്ടില്ലാത്ത സാധ്യതകളുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കുന്നതാണ് പലപ്പോഴും ബിസിനസ്സുകൾ അടഞ്ഞു പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പം സ്റ്റെപ്പെക്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ബിസിനസ്സുകാരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് സ്റ്റെപ്പെക്സ് ആക്ച്വലി ചെയ്യുന്നത്? എന്താണ് സ്റ്റെപ്പെക്സിൻ്റെ ഒരു എയിം? ആക്ച്വലി ഞാൻ ഒരുപാട് സംരംഭങ്ങൾ കണ്ടിട്ടുണ്ട്. സഹായിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, അതായത് ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് വീണുപോയ ഒരുപാട് സംരംഭകരുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളീസ് എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് കൺസൾട്ടൻസ് ഉണ്ട്, ഒരുപാട് കോച്ചുമാരൊക്കെ ഉണ്ട്, ഒരുപാട് ബിസിനസ് കൺസൾട്ടൻസ് ഉണ്ട്. അപ്പം എവിടെ നിന്ന് ഐഡിയാസ് എടുക്കണം? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഉപദേശങ്ങളുമായിട്ട് 1000 പേരിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് റൈറ്റ്, ഏതാണ് ഫോളോ ചെയ്യേണ്ടത്, ഏതാണ് നമുക്ക് സ്യൂട്ടബിളായിട്ട് വരുന്നത്, ഇതിനകത്ത് ആരാണ് നമ്മളെ അറിഞ്ഞ് വർക്ക് ചെയ്യുന്നതൊന്നും ഒരു ബിസിനസ്സുകാർക്കും ഒറ്റയടിക്ക് കണ്ണും പൂട്ടി തീരുമാനിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ അവിടെ ഒരു 10,000 ബിസിനസ്സുകളിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റംസ് കൊണ്ടുവന്ന് ബിസിനസ് ഓണറെ ഫ്രീ ആക്കുക, എൻജോയ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് ടൈം ഫ്രീഡം കൊടുത്തുകൊണ്ട്, അവർക്ക് മണി ഫ്രീഡം കൊടുത്തുകൊണ്ട്, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സെയിൽസ് സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട്, സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന, ഇന്നൊവേറ്റീവായിട്ടുള്ള, കൺസിസ്റ്റൻ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാക്കി 10,000 ബിസിനസ്സുകളെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ച് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറേ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്, ആ യാത്രയിലാണ്. ഇത് കേട്ട് കഴിയുമ്പം ഒരു 4 വർഷം 5 വർഷം കൊണ്ട് പോലും തീരത്തില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരിക. അപ്പോൾ ഒരു ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും എത്ര കാലം വേണം? ഇത് ആക്ച്വലി ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം ഒരു കൺസൾട്ടൻറ്റ് ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രോഗിക്ക് പെട്ടെന്ന് ക്യൂർ ആവും, അല്ലേ? പെട്ടെന്ന് അവരുടെ അസുഖം മാറും എന്ന് പറഞ്ഞതുപോലെ ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പൈസ തന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സുകളും സക്സസ് ആവില്ല. അവർ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ടിട്ട് പോകുന്നത് പോലെ കൺസൾട്ടൻറ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞു, അല്ലെ കൺസൾട്ടൻറ്റ് വന്നു ഇനിയിപ്പോൾ എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. നിങ്ങളുടെ സ്പീഡ് ഓഫ് ആക്ഷൻ എത്രത്തോളം വേഗതയിൽ, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തിടുന്നു. ചിലപ്പം കഴിഞ്ഞ ഒരു 10 വർഷം നിങ്ങൾ ചെയ്ത ഒരു പ്രോസസ്സിലേ ആയിരിക്കത്തില്ല ഇനി മുമ്പോട്ട് പോകേണ്ടത്. ഒരു വലിയൊരു ചേഞ്ച് മാനേജ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അക്കൗണ്ടബിളാക്കി, ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ച്, കണ്ടിന്യൂസ് മീറ്റിംഗ്സ് ഒക്കെ വെച്ച്, ഡേറ്റ എല്ലാം അനലൈസ് ചെയ്ത് ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ പ്രോസസ്സ് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 year 1 to 2 years, അങ്ങനെ അറ്റം 2 years. ആ 2 yearsനകം 2 years ഒന്നും വേണ്ട, ആക്ച്വലി 1 year ധാരാളമാണ്. ഒരു ബിസിനസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ 1 year ധാരാളമാണ്. ഏറ്റവും ടോപ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്കാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അതേസമയം ഒരു നോർമലി ഫംഗ്ഷൻ ചെയ്യുന്നൊരു ബിസിനസ് ആണെങ്കിൽ ആക്ച്വലി അത് ബിസിനസ് ആയിരിക്കണം. ഞാൻ പറയുന്നത് ബിസിനസ്സുകളുടെ കാര്യം, സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ബിസിനസ്സുകളിൽ അറൗണ്ട് മാക്സിമം ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും മാക്സിമം 1 year. ആ 1 year കൊണ്ട് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. ഒരേ ഒരു കണ്ടീഷൻ,
കമ്മിറ്റഡ് ബിസിനസ് ഓണർ. എൻ്റെ കയ്യിലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. ഓക്കെ, എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ സ്റ്റെപ്പ് എക്സിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ എത്ര നാൾ സ്റ്റെപ്പ് എക്സിന് എൻ്റെ തരണം, ഞാൻ എൻ്റെ എല്ലാം തരുവാണെങ്കിൽ അത് എത്ര കാലം കൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. അല്ല, ബേസിക്കലി ഞങ്ങൾ എല്ലാ ആളുകളെയും ഞങ്ങൾ എടുക്കില്ല. വരുന്ന എല്ലാ ക്ലയൻസിനും സർവീസ് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഒരു ഫിൽട്രേഷൻ പ്രോസസ്സുണ്ട്. ആ ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 21 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് സെയിൽസ്, മാർക്കറ്റിംഗ്, ബിസിനസ് ഓണറുടെ പീക്ക് പ്രൊഡക്ടിവിറ്റി, ബിസിനസ്സിനകത്ത് എങ്ങനെയാണ് പീക്ക് പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രട്സ്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളുടെ ബോഡി, ഇതെല്ലാം നമ്മളുടെ ഗോളിലേക്ക് എങ്ങനെ അലൈൻ ചെയ്യണം, എങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്യണം, എന്തായിരിക്കണം എൻ്റെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ, ഇങ്ങനെ ഒരു 20-20ഓളം മൊഡ്യൂൾസിൽ നമ്മൾ കൃത്യമായിട്ട് പരിശീലനം നൽകി ഓരോന്നും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആക്കി ഏതൊരു ബിസിനസ്സുകാരനും, തുടങ്ങാൻ പോകുന്നൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഇപ്പം സ്ട്രഗിൾ ചെയ്ത് ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥനായിക്കോട്ടെ, ഫിനാൻസ് മാനേജ്മെൻറ്റ് അടക്കമുള്ള ടു ഇസഡ് കാര്യങ്ങളിലും അവർ നിലവിൽ വരുത്തേണ്ട മാറ്റങ്ങളും, അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ അവർ ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കൊടുക്കുമ്പോൾ അതിലുള്ള റെസ്പോൺസ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷീ ഈസ് കമ്മിറ്റഡ് അല്ലെങ്കിൽ ഹീ ഈസ് കമ്മിറ്റഡ്, അവൻ തൂനിഞ്ഞിറങ്ങിയേക്കുന്ന ഓണറാണെന്ന് നമുക്ക് മനസ്സിലാവും. ദാറ്റ്സ് എൻ എൻട്രി പ്രോഗ്രാം. ശുദ്ധികലശം ആദ്യത്തെ 21 ദിവസം കൊണ്ട് തന്നെ നടത്തും. പക്ഷെ അപ്പോൾ രണ്ടു കൂട്ടർക്കും മനസ്സിലാവുമല്ലോ, അത് വരുന്ന എനിക്കും അറിയാം എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ, എനിക്ക് കഷ്ടപ്പാടിന് ഞാൻ തയ്യാറാണോ, എൻ്റെ തല വർക്ക് ചെയ്യിക്കാൻ ഞാൻ തയ്യാറാണോ, ശരീരം വർക്ക് ചെയ്യിക്കാൻ തയ്യാറാണോ. അപ്പോൾ ഈ ക്വാണ്ടം സ്കെയിൽ എന്നും പറഞ്ഞ് നിങ്ങളുടെ സ്റ്റെപ്പ് എക്സിൻ്റെ ഒരു വാക്ക് ഞാൻ കേട്ടു, അതെന്താണ് സത്യത്തിൽ? ആക്ച്വലി ക്വാണ്ടം സ്കെയിൽ എന്ന് പറഞ്ഞാൽ 4 പില്ലേഴ്സ്: സ്ട്രാറ്റജി, സെയിൽസ്, സിസ്റ്റം, സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. 4S, 4 എസ്സുകളാണ്. ഈ 4 പില്ലറിലാണ് മെയിനായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കോർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ 4 പില്ലറുകളെ അപ്ലിഫ്റ്റ് ചെയ്യാനും, അത് വളരെ യുണീക്കായിട്ടുള്ളൊരു മെത്തേഡാണ്, ഞങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്വാണ്ടം സ്കെയിൽ മോഡലിലൂടെയാണ് ഞങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടം സ്കെയിൽ മോഡൽ വെച്ചിട്ടാണ് ഓരോ ഓർഗനൈസേഷൻസിലും ഞങ്ങൾ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പരിപാടിയാണത്? ഞങ്ങളുടെ പരിപാടിയാണ്, ഞങ്ങളുടെ മാത്രം പരിപാടിയാണ്. ഈ ഫ്രീഡത്തോടു കൂടി ബിസിനസ് ചെയ്യുന്നത് ഏത് പോയിന്റ് കഴിയുമ്പോഴായിരിക്കും? അതായത് കുറച്ച് ഫണ്ടും കുറച്ച് റിലാക്സേഷനും കുറച്ച് ഫ്രീഡവും ചേർന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് ഏത് പോയിന്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ്? കുറച്ച് ഫണ്ടും കുറച്ച് റിലാക്സേഷനും നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ അന്നോട്ട് നമുക്ക് വേണം. ചിലരൊക്കെ പറയും ഫുൾ ഫോക്കസ് ആയിരിക്കണം, 1 മിനിറ്റ് പോലും കളയരുത്. നമുക്ക് ഈ വീക്കെൻഡ് എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടുള്ളത് നമുക്കൊക്കെ ഒന്ന് സന്തോഷിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. മാത്രമല്ല അതാണ് പ്രൊഡക്ടിവിറ്റിയുടെ ഏറ്റവും ബേസിക്. നെക്സ്റ്റ് വീക്ക് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഈ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സും അല്ലെങ്കിൽ നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റവും നമ്മുടെ ബ്രെയിനും നമ്മുടെ ന്യൂറൽ സിസ്റ്റവും നമ്മുടെ ബോഡിയും ഒക്കെ പീക്ക് പെർഫോമൻസിലേക്ക് എത്തി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒക്കെ റിലാക്സേഷൻ കൊടുത്തേ പറ്റൂ. ബോഡിക്ക് വിശ്രമം കൊടുക്കണം, ഉറക്കം കൊടുക്കണം. 12 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂറൊന്നും ഉറങ്ങിയില്ലെങ്കിലും 7 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം. കണ്ടിന്യൂസ് ആയിട്ട് കുറേ തവണ ഉറക്കം ഉളച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പണ്ടത്തെ കാലം അല്ല ഇത് ആക്ച്വലി. ബേസിക്കലി ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാം നമ്മുടെ മുമ്പിലുള്ളൊരു കാലമാണ്. അപ്പോൾ ഈ 18 മണിക്കൂറൊന്നും ഉറങ്ങാതൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, മനസ്സിലായി? നമ്മൾ ഉറങ്ങണം, പ്രൊഡക്റ്റീവായി കാര്യങ്ങൾ കുറച്ച് സമയത്ത് ചെയ്യാം. അതെ, ക്വാണ്ടിറ്റി ഓഫ് ടൈമിൽ യാതൊരു കാര്യമില്ല, ക്വാളിറ്റി ഓഫ് ടൈം. നമ്മൾ 7 മണിക്കൂർ ഉറങ്ങുന്നെങ്കിൽ അത് ഡീപ്പ് സ്ലീപ്പ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കുക. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 8 മണിക്കൂറേ വർക്ക് ചെയ്തോളെങ്കിൽ ആ 8 മണിക്കൂർ വളരെ ഇന്നോവേറ്റീവ് ആയിരിക്കണം. നിലവിലുള്ള ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം 1 to 1.5 hours അതിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതിനാണ് ഡെലിഗേഷൻ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഈ 21 days പ്രോഗ്രാമിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ഡെലിഗേഷൻ. യൂസുഫ് അലി എന്തുകൊണ്ട് യൂസുഫ് അലി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70,000-ഓളം പേർക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയെന്നുള്ളതാണ്, ഡെലിഗേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയെന്നുള്ളതാണ്. ശരിയല്ലേ? അങ്ങനെയാണ് അദ്ദേഹം ഈ ഇത്രയും പേരെ വെച്ചിട്ടൊരു ബൾക്ക് എമൗണ്ട് ജനറേറ്റ് ചെയ്തത്. അപ്പം ഡെലിഗേഷൻ പഠിക്കണം. എന്നിട്ട് ഇവർ ഫോക്കസ് ചെയ്യേണ്ട മേഖലയിലേക്ക് മാത്രം ഇവർ ഫോക്കസ് ചെയ്യണം. അല്ലാതെ എല്ലാ കാര്യങ്ങളിലും പോയി ഇടപെടുന്ന രീതിയിലേക്ക് പോവാതെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇനി ചെയ്യണം, അല്ലെങ്കിൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട്, ഇന്നോവേഷൻസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സമയം മാറ്റണം. ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം.
പഠിക്കാൻ കുറച്ച് സമയം മാറ്റണം. ഞാനൊക്കെ പത്രം വായിച്ചിട്ട് മിനിമം ഒരു 6 ഇയേഴ്സ് കഴിഞ്ഞു. കാരണം ആ പത്രങ്ങളിൽ നിന്ന് എനിക്ക് യാതൊരു ഇൻഫർമേഷനും എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയതിൻ്റെ അന്ന് ഒരാൾ തന്നൊരു ഇൻസൈറ്റിൻ്റെ പുറത്ത് ഞാൻ അന്ന് നിർത്തിയതാണ്. വാർത്തകൾ അധികം കാണാറില്ല. കാരണം ഈ കൊലപാതകവും ബലാത്സംഗവും പീഡനവും പിന്നെ ആരൊക്കെ എവിടെയൊക്കെ പോയി എന്നൊക്കെ നമ്മളിതൊന്നും അറിയേണ്ട കാര്യമില്ല. വിളിച്ചു പറഞ്ഞു അനാവശ്യങ്ങൾ, എവിടെയൊക്കെ ചാനലിലൊക്കെ ഇരുന്ന് എന്തൊക്കെ ചർച്ച ചെയ്തു, ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത്, എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്, ഒരു ക്രെഡിബിലിറ്റി ഇല്ല, എക്സ്പെർട്ടാണ് ജീവിക്കുന്നത്. യെസ് ഷുവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോക്കസ് ഉണ്ട്. ആ ഫോക്കസിൽ തന്നെ നിൽക്കാൻ നമുക്ക് പറ്റും. ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് സംസാരിക്കാൻ മറ്റു വിശേഷങ്ങളാണ് ഉള്ളത്. നാട്ടിലെ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഒന്നും വാർത്തകൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പം ഇതാണ് നേരത്തെ നമ്മൾ പറയേണ്ട പറഞ്ഞ ഫോക്കസ്. നമ്മുടെ ഫോക്കസ് ഇങ്ങനെ പോവല്ലേ, എന്നിട്ട് നമ്മൾ ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുമായിട്ടായിരിക്കണം. നമ്മളൊരു 8 hours അല്ലെ 10 hours ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ 10 hours നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവണം, നിലവിലുള്ള ബിസിനസ്സിൻ്റെ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, സോൾവ് ചെയ്യാൻ സമയം ഉണ്ടാവണം. ഓക്കെ, ഇങ്ങനെ കൃത്യമായിട്ട് ടൈം സ്ട്രക്ചറൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയാൽ, ഡെലിഗേറ്റ് ചെയ്യേണ്ടത് ഡെലിഗേറ്റ് ചെയ്താൽ, പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകൾക്കും ഓവർ സ്ട്രഗിൾ ഇല്ല. ഞാൻ ഈ ഫോക്കസിനെ കുറിച്ച് പലരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അപ്പം ഒരുപാട് ബിസിനസ്സുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, 1 മിനിറ്റ് കളയരുത്. അതായത് എഴുന്നേറ്റിരിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയമല്ലാത്ത മുഴുവൻ സമയവും നിങ്ങൾ ബിസിനസ്സെക്കുറിച്ചായിരിക്കണം ചിന്തിക്കുന്നത്. ഒരു സിനിമ പോലും കാണരുത്, ഒരു ട്രിപ്പ് പോലും പോകരുത്. അതൊന്നും ഒരു ബിസിനസ്സുകാരന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊന്നും ശരിയല്ല. ഒരു 4-5 ഇയേഴ്സിന് മുമ്പ് ഒരു സിവിൽ സർവീസ് IAS കിട്ടിയ ഒരാൾ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എല്ലാ വീക്കെൻഡിലും ഒരു സിനിമ കണ്ടിരുന്ന ആളാണ്. സിവിൽ സർവീസ് എക്സാമാണ് അദ്ദേഹം ക്രാക്ക് ചെയ്തത്. ഈ പറഞ്ഞ ഏതൊരു ബിസിനസ്സുകാരനോട് ചോദിച്ചു നോക്ക്, പണ്ടത്തെ കാലത്തെ ബിസിനസ്സുകാരുടെ അവസ്ഥയും ഇപ്പോഴത്തെ കാലത്തെ ബിസിനസ്സുകാരുടെ അവസ്ഥ. ഇപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ വരുന്നതെല്ലാം യുവാക്കളാണ്. ഏത് യുവാക്കളാണ് ഈ പറയുന്നത് പോലെ സിനിമയ്ക്ക് പോകാത്തവർ, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാത്തവർ? ശരിയല്ലേ? ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. അത് ഡിസ്ട്രാക്ഷൻസ് ആണെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. അതേസമയം നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്കും നമ്മുടെ റിലാക്സേഷനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന സാധനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുപോകുക തന്നെ വേണം. ഇല്ലെങ്കിൽ ചിരിക്കാൻ മറന്നു പോകും, നമ്മൾ യന്ത്രമായി പോകും. ഈ യന്ത്രവും കൊണ്ടിട്ട് ജെൻസി കാറ്റഗറി എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വലിയ കോംപ്ലിക്കേഷൻസ്. അവരെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. അവരുടെ കൂടെ ചിരിക്കേണ്ട സമയത്ത് അവരുടെ കൂടെ ചിരിക്കണം, അവരുടെ കൂടെ കളിക്കണമെങ്കിൽ അവരുടെ കൂടെ കളിക്കണം. ആഘോഷങ്ങളുള്ള ദിവസങ്ങൾ, ഓണവും ക്രിസ്മസും ഒക്കെ നമ്മുടെ ടീമുമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു മെക്കാനിക്കൽ മൈൻഡ് പോരാ, ഒരു ഹ്യൂമൻ മൈൻഡ് വേണം. ഹ്യൂമന് റിലാക്സേഷൻ മസ്റ്റാണ്. അല്ലെങ്കിൽ അവസാനം കുറച്ച് കഴിയുമ്പോൾ പണി നിർത്തി വേണ്ട മതി എന്ന് പറയും. അറ്റാക്ക് വരും, അതുപോലെ തന്നെ പല അസുഖങ്ങൾ വരും, പ്രൊഡക്ടിവിറ്റി കുറയും, ഡിപ്രഷൻ വരും, ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, ബ്രെയിൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ തരത്തിലും ഉറക്കം പോയിട്ട് വ്യായാമവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഫാമിലി ഇല്ല, വൈഫും ഇല്ല, കുഞ്ഞുങ്ങളും ഇല്ല, ഒന്നുമില്ല. പല ക്ലയൻസും ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ കൂടെ, ജനിച്ച് പ്രസവിച്ച് വീണ കുഞ്ഞിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് 3-4 മാസമായി എന്ന് പറയുന്ന അച്ഛന്മാരുണ്ട്. ഗൾഫിലല്ല, നാട്ടിൽ, സ്വന്തം വീട്ടിൽ. അവർ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇവർ ഡ്രസ്സ് അത് ഇതൊക്കെ ആയിട്ട് മൊത്തം പ്രശ്നങ്ങൾ. എനിക്ക് വളരെ അടുത്ത് അങ്ങനെ അറിയാവുന്നവരെ അറിയാം. അതാണ് അവരെങ്ങനെ നമുക്ക് പ്രായമായെന്ന് കാണാത്ത, എപ്പോഴോ പോയ ആളുകളെ ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലതരമാണ്. ഫുൾ ടൈം ഓൺട്രപ്രണറായിട്ട് ആവണമെന്ന് ചെറുപ്പം തൊട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്നവർ, അപ്പനും അമ്മയും ചെയ്യുന്ന കണ്ട് ആ ജനറേഷനിൽ വന്ന് ബിസിനസ്സിലേക്ക് വരുന്നവർ. ചിലരുണ്ട് ഇതൊന്നും എനിക്ക് മറ്റേ സാഹചര്യങ്ങളൊന്നുമില്ല, ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് മുതൽ മുടക്കാനില്ല, എനിക്ക് ലോണില്ല, ഒന്നുമില്ല. ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ജോലി ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുടെ മൈൻഡ് സെറ്റ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം. ജസ്റ്റ് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ് നടത്തി വിജയിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതിന് വേണ്ടുന്ന മൈൻഡ് സെറ്റ് വേണം, അതിന് വേണ്ടുന്ന എനർജി വേണം. ഈ ഓറ എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത്രയും ഹൈ വൈബ്രേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടുള്ള സിസ്റ്റംസും പ്ലാനും സ്ട്രാറ്റജീസും ഓർഗനൈസേഷൻ്റെ അകത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടീമും സ്ട്രക്ചറും ഹയറാർക്കിയൊക്കെ ഉണ്ടെങ്കിൽ. എനിക്ക് ജോലി ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് അത്യാവശ്യം 9 to 5 ജോലിയാണ്, അത്യാവശ്യം സ്ട്രെസ്സുള്ള ജോലിയാണ്, ഞാൻ വെൽ പെയ്ഡാണ്, ലൈക്ക് ഒരു 1 lakhനടുത്ത് എനിക്ക് ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് സൈഡിലൊരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റെപ്പ് എക്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ഗൈഡ് ലൈൻസ് കിട്ടുമോ? ആദ്യം ആ ആളുടെ കേപ്പബിലിറ്റി ആയിരിക്കും നമ്മൾ നോക്കുന്നത്. വെറുതെ മോട്ടിവേറ്റ് ചെയ്തിട്ട് യു ക്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെക്കൊണ്ട് കുറേ പൈസ ഇറക്കിപ്പിച്ചിട്ട് ഒന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. ശരിയല്ലേ? നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണ് ഈ ബിസിനസ്സിനോടുള്ള താല്പര്യം, ഈ ആശയം, ഈ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ധാരണയുണ്ടെന്നാണ് ആദ്യം ഞങ്ങൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഏബിൾ ആണെങ്കിൽ, നിങ്ങൾ ഒരു ആപ്റ്റായിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ, ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ, തീർച്ചയായിട്ടും ഇതിൻ്റെ നിങ്ങളുടെ കയ്യിലുള്ള ഈ 10% എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പ്ലാനിനെ ഒരു 100% നമ്മളങ്ങ് മാറ്റും. അതിനെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 20% ഐഡിയാസേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി 80% ഐഡിയാസും കൊണ്ടുവന്ന് ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കണം, സെയിൽസ് എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ ടീം ബിൽഡിംഗ് എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, ഇതിനകത്തുള്ള ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊണ്ടുവന്ന് നിങ്ങളെ ആ 10ൽ നിന്ന് 100ലേക്ക് എത്തിക്കാനുള്ള ആ ഒരു എഫേർട്ടായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ആ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു എംപ്ലോയി മൈൻഡ് സെറ്റ്, ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു. എംപ്ലോയി മൈൻഡ് സെറ്റ് ബിസിനസ് മൈൻഡ് സെറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ കംഫർട്ട് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് കൂടുതലാണ്. എനിക്ക് ഇത്രേ പറ്റൂ, ഞാൻ മാക്സിമം ഈ ഒരു 1,00,000 രൂപയ്ക്കുള്ളതേ ഉള്ളൂ, ഞാൻ റിസ്ക് എടുത്താലും എന്തായാലും പൊട്ടും, ബിസിനസ് എനിക്ക് പറ്റിയിട്ടുള്ള കാര്യമല്ല, എനിക്ക് 9 to 5 വർക്ക് ചെയ്യാൻ പറ്റും, അതിന് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണം, ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഫോണിൽ നോക്കിയിരിക്കണം, ഡെയിലി ഒരു മൂവി കാണണം, കുറേ ഗെയിംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഒന്ന്. പിന്നെ എംപ്ലോയി മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോകത്തിന് വേണ്ടി ഒന്നും കൊടുക്കണമെന്ന് ഒട്ടും ആഗ്രഹം കാണില്ല. എനിക്ക് ശമ്പളം കിട്ടുന്നു, എൻ്റെ കുറച്ച് പൈസ സേവ് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഞാൻ ടൂർ പോകുന്നു, ദസ് ഫിനിഷ്. അതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊന്നിനോടും ഒരു പക്ഷേ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല. ആ കമ്മിറ്റ്മെൻറ്റ് എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ബിസിനസ്സിൽ വന്നിട്ട് രക്ഷപ്പെട്ടു പോയ ഒരുപാട് പേരും ഉണ്ട്. ശരിയല്ലേ? അതൊക്കെ ശരി. പക്ഷേ എംപ്ലോയീസിനെ നോക്കുമ്പോൾ അവർക്ക് പിന്നെ ചില ആളുകൾ ഈ പറയുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ നിങ്ങളൊരു വിഷനാക്കി മാറ്റി, നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ദൗത്യമാക്കി നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയും, ശരിയാ, എനിക്ക് ഇത്ര പേരിലേക്ക് ഇത്ര ജെനുവിൻ സർവീസ് എത്തിക്കണം, ഇത്ര പേർക്ക് ഹൈ ക്വാളിറ്റി വാല്യുബിൾ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പിൽക്കാലത്ത് അവർ മാറാറുണ്ട് പല സംരംഭകരും. ഓക്കെ, അതാണ് യഥാർത്ഥ സംരംഭകനും സംരംഭകൻ്റെ വിജയവും. സംരംഭകൻ നമ്മളൊരു ബിസിനസ്സുകാരനിലേക്ക് വരുമ്പോൾ പ്രോഡക്റ്റിനെ ഇയാൾ എത്രത്തോളം അടുത്തറിയണം. അതായത് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ തയ്യൽ അറിയത്തില്ലാത്ത ഒരാൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു തയ്യൽ കട നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് എത്രത്തോളം ഈ പ്രോഡക്റ്റിനെ നമ്മൾ അടുത്തറിയണം. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, എലിവേറ്റർ ആഡ്സ് ബിസിനസ്സുള്ള ഒരാൾ. പുള്ളി ആദ്യം എലിവേറ്റർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പാനൽ സ്വയം പോയി ഒട്ടിച്ച് അതിനുശേഷമാണ് പുള്ളി അത് വിറ്റത്. പുള്ളി പറഞ്ഞു, എനിക്ക് പിന്നെ ആരും ഇല്ലെങ്കിലും ഈ പണി എനിക്ക് ചെയ്യാനായിട്ട് അറിയാം. സത്യത്തിൽ എത്രത്തോളം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ബിസിനസ് ഓണർ അറിയണം? അല്ല, എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാത്റൂം കഴുകാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഓൺട്രപ്രണർ ആവണം നിർബന്ധമുണ്ടോ? അയാളുടെ ഓഫീസിൽ എത്രത്തോളം ബാത്റൂംസ് കാണും? ആ ബാത്റൂം കഴുകാൻ ഒരാളെ നമ്മൾ വെക്കത്തല്ലേ ഉള്ളൂ. ശരിയല്ലേ? എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ് ഓണറുടെ ഏറ്റവും ഫസ്റ്റ് പ്രൈമറി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് ഈ ബാത്റൂം കഴുകുന്നവരെയും, ഈ സെക്യൂരിറ്റി പണി ചെയ്യുന്നവരെയും, ഈ ഫിനാൻസ് മാനേജ് ചെയ്യുന്നവരെയും, ഈ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നവരെയും, നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനെയും സെയിൽസ് ടീമിനെയും അതിൻ്റെ മുകളിലുള്ള മാനേജേഴ്സിനെയും ഈ സ്ട്രക്ചറിനെ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഒരു ബിസിനസ്സുകാരന് വേണ്ടത്. അല്ലാതെ മാനേജറുടെ പണി ചെയ്യാനും അറിയണ്ട, ഓക്കെ, അക്കൗണ്ടൻറ്റിൻ്റെ പണി ചെയ്യാനും അറിയണ്ട, ടാലി ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അയാളൊരു സംരംഭകനാവാതിരിക്കുമോ? ഇല്ല. ടാലി ചെയ്യുന്ന ആളെ എങ്ങനെ ലീഡ് ചെയ്യണം, ഒരു പക്ഷേ ടെക്നോളജി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒരു ബിസിനസ്സുകാരന് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷേ ടെക്നോളജി ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അയാൾക്ക് പറ്റും. കാരണം എന്താ, പല ടെക്നോളജി ചെയ്യുന്ന ആളുകളുടെ മീറ്റിംഗ് ഒക്കെ ഇരുന്ന് പല ഐഡിയാസൊക്കെ ഷെയർ ചെയ്ത് സംസാരിച്ച് ആശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടായിരിക്കും ഒരു ടെക്നോളജിക്കാരനെ ഒരാൾ അകത്ത് ഇൻഹൗസിൽ ജോലിക്ക് വെച്ചേക്കുന്നത്. പക്ഷേ ഇത് വലിയ ബിസിനസ്. ഞാൻ ബിസിനസ് തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ. പക്ഷെ തുടങ്ങുന്ന സമയത്ത് ഇപ്പം എനിക്ക് അറിയാവുന്ന പണിക്കാണല്ലോ, അപ്പം ഞാൻ അങ്ങനെ ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണ്. ഞാൻ തന്നെയായിരിക്കും എൻ്റെ അക്കൗണ്ടൻറ്റ്, ഞാൻ തന്നെയായിരിക്കും എൻ്റെ ഇതൊരു പരിധി വരെ 2-3 പേര് കൂടുതൽ ചിലപ്പോൾ സഹായിക്കാനായിട്ട് എനിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പം ഈ 2-3 പേരുള്ള സമയത്ത് ഞാൻ തന്നെ ഇതെല്ലാം നോക്കണം. അക്കൗണ്ട്സ് എൻ്റെ കറക്റ്റാണോ, എൻ്റെ പ്രോഡക്റ്റ് പോയോ, എൻ്റെ മെയിൽ പോയോ, എൻ്റെ ഇത് വന്നോ, എനിക്ക് റിട്ടേൺ ഉണ്ടോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ തന്നെ ആദ്യം വോച്ചറും നമ്മൾ
തുടക്കാരനും നമ്മളെല്ലാം നമ്മൾ. ഏത് പോയിന്റിലാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങേണ്ടത് ഒരു ബിസിനസ്സിൽ? ഓക്കെ, ഈ ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ കിഡിങ് സ്റ്റേജാണ്. ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്, എനിക്ക് നോളജിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, വലിയ പ്ലാനൊന്നും നമ്മുടെ മുമ്പിലില്ല, ഒരു ചെറിയ കട, ഒരു ചെറിയ സെറ്റപ്പ്, ആ ഒരു കാറ്റഗറി അല്ലേ ചോദിക്കുന്നത്. ശരി, അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ എത്രത്തോളം സ്ട്രോങ് ആണോ അതനുസരിച്ച് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു മുറിക്കകത്തുനിന്ന് തുടങ്ങി 2 മാസം കൊണ്ട് നമുക്ക് അടുത്ത മുറി എടുക്കണം എന്നുള്ള ആഗ്രഹം തുടങ്ങുമ്പോഴേ നമുക്ക് വേണം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് പിന്നെ മിനിമം ഒരു 1 ഇയറിനകത്ത് എനിക്കൊരു 10 പേരെയെങ്കിലും തയ്യക്കാരെ കൊണ്ട് ഇരുത്തണം എന്നുള്ള ചിന്ത വേണം ഈ ഒരു മുറിക്കകത്ത്. ശരിയല്ലേ? ഈ പറയുന്ന വിഷനും മിഷനും ഒന്നും കോർപ്പറേറ്റ്സിന് വേണ്ടി മാത്രമുള്ളതൊന്നും അല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെറുകിട പലചരക്കട നടത്തുന്ന, അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോർ നടത്തുന്ന, ഒരു ഫാൻസി സ്റ്റോർ നടത്തുന്ന, ഒരു ബൊട്ടീക്ക് നടത്തുന്ന, ഒരു ടൈലറിംഗ് യൂണിറ്റ് നടത്തുന്ന, ഒരു ബാർബർ ഷോപ്പ്, ഒരു സലൂൺ നടത്തുന്ന, ഇവർക്കെല്ലാം ഇതെല്ലാം ബാധകമാണ്. ഈ പ്ലാൻ ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. എന്നും നമ്മൾ തന്നെയായിരിക്കും ഈ പറഞ്ഞ അക്കൗണ്ടൻറ്റും സെക്യൂരിറ്റിയും ഫിനാൻസ് മാനേജറും അക്കൗണ്ടൻറ്റും എല്ലാം. ഒരു ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ജനറേഷണൽ വെൽത്ത്? അത് എത്രത്തോളം നമ്മളെ സഹായിക്കും? ജനറേഷണൽ വെൽത്ത് ഉണ്ടെങ്കിൽ, നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും? ഓക്കെ, ഇപ്പോൾ ഈ പല ആളുകളും പേരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ബിസിനസ്സുകൾ ഏറ്റെടുത്തിട്ട് അതിനെ നശിപ്പിച്ച് വെക്കുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട് അല്ലേ? ഒരുപക്ഷെ പേരൻസ് പോലും അപ്ഡേറ്റഡ് അല്ല എങ്കിൽ അവർക്ക് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ അവർ കുറേ നാളുകൊണ്ട് ചെയ്തു വന്ന ബിസിനസ്സുകളെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ആ സാഹചര്യത്തിലാണ് ഇവരുടെ മക്കൾ MBA ഒക്കെ പഠിച്ചിട്ടുണ്ട്, ചിലപ്പം വിദേശത്ത് പോയി MBA പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനത്തെ മക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. അപ്പം മക്കളൊരു പുതിയ കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കും, പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഫെയിലാവും. കാരണം അവർ പഠിച്ചതാണ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഒരു എക്കണോമിക്സിലും, ഒരു ബിസിനസ് സ്റ്റഡീസിലും, ഒരു BComലും, ഒരു MBAയിലും പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു ബിസിനസ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. ശരിയല്ലേ? അതാണ് ജനറേഷൻ്റെ എത്ര വെൽത്തുണ്ടോ ഇതൊന്നും ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമല്ല. ജനറേഷൻ്റെ ചിലപ്പോൾ കോടികളുണ്ടായിരിക്കാം, ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ബാഡ് ഡെപ്റ്റിലായിരിക്കും അവർ. അതൊന്നും നമ്മളുടെ ബിസിനസ്സിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് ബാധകമല്ല. ഇപ്പം നമ്മുടെ ചായ് ബൺ മസ്കി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അതെന്ത് ജനറേഷൻ വെൽത്ത് ഉണ്ടായിട്ട് അവർ മാർക്കറ്റ് ചെയ്ത പ്രോഡക്റ്റ് ഹിറ്റാക്കി മാറ്റിയത്. ശരിയല്ലേ? അവർക്ക് ഇനി അതിനെ സ്കെയിൽ ചെയ്യാനുള്ള ഐഡിയാസ് അവരിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഹിറ്റാവും, ഇനിയും ഹിറ്റായിക്കൊണ്ടേയിരിക്കും. അത് തലമുറകൾ കഴിഞ്ഞാലും കാലങ്ങൾ കഴിഞ്ഞാലും അവരുടെ ബിസിനസ് ഇങ്ങനെ ടാറ്റയെ പോലെ റിലയൻസിനെ പോലെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടുന്ന സ്ട്രാറ്റജീസും ഇന്നൊവേറ്റീവായിട്ടുള്ള സാധനങ്ങളും കോൺസെപ്റ്റുകളും ഗൈഡ് ലൈൻസും കൃത്യമായിട്ട് നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കൊണ്ടുപോകാൻ പറ്റും, അത് കഴിഞ്ഞ് അതിനെ വളർത്താൻ പറ്റില്ല. നമ്മുടെ ഒരു ബ്രെയിനിൽ നമ്മുടെ ഐഡിയാസ്, നമ്മുടെ നോളജ് വെച്ചിട്ട് ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് നമ്മൾ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ ഒരു ലിമിറ്റ് വരെ അത് പോകും. ആ ലിമിറ്റ് കഴിഞ്ഞ് അത് ക്രോസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം. ഏത് വിജയിച്ച സംരംഭകനെ എടുത്തു നോക്കിക്കോ, ലോകത്തിലെ ഏത് ബില്യണേഴ്സിനെ, ട്രില്യണറിനെ എടുത്തു നോക്കിക്കോ, ഇവരൊന്നും ഒറ്റയ്ക്ക് ചെയ്തവരല്ല. ഇവരുടെയൊക്കെ കൂടെ സപ്പോർട്ടിന് ടീമുണ്ടായിരുന്നു, കോർ ടീം ഉണ്ടായിരുന്നു, നല്ല അവരേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ യൂസുഫ് അലിയുടെ ടെക്നോളജി ടീമിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, യൂസുഫ് അലിയേക്കാൾ ടെക്നോളജിയിൽ 100 ഇരട്ടി ശക്തന്മാരായിട്ടുള്ള ആളുകളായിരിക്കും യൂസുഫ് അലിയുടെ ടെക്നോളജി ടീം. അപ്പോൾ എപ്പോഴും നമ്മളെക്കാൾ നല്ല ഒരു ടൈലറിങ് ഷോപ്പാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നേക്കാൾ നല്ലൊരു ടൈലറെ കൊണ്ടിരുത്താനാണ് നോക്കേണ്ടത്. ശരിയല്ലേ? എന്നിട്ട് മാർക്കറ്റിങ്ങിൽ ഞാൻ പുലിയായിട്ട് മാറണം. എൻ്റെ കട സൂപ്പറാണ്, എൻ്റെ കട കേരളത്തിൽ ഇത്രയും നല്ല ടൈലറിങ് യൂണിറ്റ് വേറെ ഇല്ല എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരന് ലീഡർഷിപ്പ് വേണം എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് മാർക്കറ്റിങ്ങിൽ പുലിയായിരിക്കണം. ഏറ്റവും ബേസിക് ക്വാളിറ്റീസിൽ വേണ്ടുന്നൊരു സാധനമാണ് മാർക്കറ്റിങ്ങിൽ പുലിയായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ. എന്ത് നല്ല സാധനം കയ്യിലുണ്ടെങ്കിലും അത് സ്ഥലത്തോട്ട് എത്തിച്ചില്ലേ ഒരു കാര്യമില്ല. ബിസിനസ് തുടങ്ങുന്നതിന് പലർക്കും പല കാരണങ്ങളാണ്. മോസ്റ്റ്ലി ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലാഷി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങി 2 മാസം 3 മാസം ആകുമ്പോഴത്തേക്കും ഒരു പ്രീമിയം കാർ മേടിച്ചു, അതിനുശേഷം വേറൊരു പ്രീമിയം കാർ മേടിച്ചു, അതിൻ്റെ നമ്പർ ലേലത്തിലെടുത്തു. അങ്ങനെ പല കാര്യങ്ങൾ കാണുമ്പോൾ ആളുകൾ ഓക്കെ എനിക്കൊരു ബിസിനസ്സുകാരനാവണം എന്നൊരു ആഗ്രഹത്തിലേക്ക് വരാറുണ്ട്. ആക്ച്വലി ഏത് പോയിന്റിലാണ് നമ്മൾ ആ ഒരു ഷോ ഓഫിലേക്ക്, ആ ഒരു ഫ്ലാംബോയൻ്റ് ആ ഒരു സ്റ്റൈലിലേക്ക് വരേണ്ടത്? ആൻഡ് ഈ ഷോ എത്രത്തോളം ഒരു ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്? യഥാർത്ഥത്തിൽ ഷോ ഓഫിന് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ല. ഷോ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ളവൻ ഷോ കാണിക്കാറില്ല. ശരിയല്ലേ? നമുക്ക് വേണ്ടതൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. നമ്മൾ തുടങ്ങുന്ന അന്ന് തൊട്ട് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് മാറ്റുന്നുണ്ടല്ലോ നമ്മുടെ സാലറി ആയിട്ട്.
ശരിയല്ലേ? അല്ലെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ വർഷത്തിലൊരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, ആ എമൗണ്ടിൽ നിന്ന് എന്ത് ഷോയോ കാണിക്കാമല്ലോ നമുക്ക്, ശരിയല്ലേ? ആ എമൗണ്ടിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര രൂപ, എൻ്റെ സേവിങ്സിന് വേണ്ടിയിട്ട് എത്ര രൂപ, എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എത്ര രൂപ, നമ്മൾ സേവിങ്ങിന് വേണ്ടി നമുക്ക് കിട്ടുന്ന റവന്യൂവിനെ പോലും പല സ്പ്ലിറ്റുകളാക്കി നമ്മൾ മാറ്റണം. മ്യൂച്വൽ ഫണ്ടിന് ഇത്ര, എൻ്റെ കാറിന് ഇത്ര, എൻ്റെ ഫാമിലിക്ക് ഇത്ര, എനിക്കൊരു രണ്ടാമതൊരു വീട് പണിയണം അതിനിത്ര, ശരിയല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര, എൻ്റെ ഭാര്യയുടെ പേരിൽ ഇത്ര, എൻ്റെ പിന്നെ ലയബിലിറ്റി സൈഡിലേക്ക് ഇത്ര, എൻ്റെ പുതിയ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനകത്ത് നിന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് ചെയ്യാം. പക്ഷേ ഒറ്റ കാര്യം, ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് വേണം. ആ ഡിസിപ്ലിനകത്ത് നിന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും ലാവിഷോ ആഡംബരമോ ഒന്നും ആയിപ്പോവില്ല. കാരണം ഒരു ലക്ഷറി കാർ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, അതിനുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് നമുക്കുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിൽ എന്താ തെറ്റ്? തീർച്ചയായിട്ടും എടുക്കാം. പക്ഷേ അതിനൊരു പർട്ടിക്കുലർ ടൈം ഒന്നുമില്ല, 1 ഇയറിനോ 2 ഇയറിനോ ഒന്നുമില്ല. ചിലപ്പോൾ 3rd മന്തിൽ അത് പോസിബിൾ ആയിരിക്കാം. ഓക്കെ, ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇനി നല്ല ഐഡിയ ഉണ്ട്, നല്ല പ്രോഡക്റ്റാണ്, കസ്റ്റമറിന് ആവശ്യമുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ചില ബിസിനസ്സുകൾ സ്ട്രഗിൾ ചെയ്യുന്നത്? അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല, പ്രോഫിറ്റ് ഇല്ല, വന്ന പൈസ എവിടെ പോയി എന്ന് അറിയാൻ മേല, അതെന്തുകൊണ്ടാണത്? അവിടെയാണ് അവർക്ക് ഗൈഡ് ലൈൻസ് ഇല്ലാതെ പോകുന്നത്. ഗൈഡ് ലൈൻസ് ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ ഇത്രയും കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു 65% എബോവ് ബിസിനസ്സുകളുടെ അവസ്ഥ ഇതാ, സ്ട്രഗിൾ ചെയ്യാണ്. പ്രോഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും അറിയില്ല, പ്രോഫിറ്റിലാണോ ആ ബിസിനസ് ഓടുന്നതെന്ന് പോലും അറിയില്ല, എങ്ങനെ പ്രോഫിറ്റബിളാക്കി മാറ്റാമെന്ന് അറിയില്ല, എങ്ങനെ സെയിൽസ് കൺസിസ്റ്റൻ്റായിട്ട് ജനറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഗൈഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് എടുത്തൊന്ന് മുമ്പോട്ട് പോയി നോക്കി, മിനിമം ഒരു 6 മന്ത്, ആ ഒരു 6 മന്ത് കൊണ്ട് അവരുടെ ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് മുഴുവൻ ഒരു പക്ഷേ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടാവത്തുള്ളൂ. അതിനാണ് അവർ ഈ 6 ഇയേഴ്സും 10 ഇയേഴ്സും ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് അവസാനം പൂട്ടുന്നത്, കുറേ പൈസയൊക്കെ കയ്യിൽ നിന്നുകൊണ്ട് കളഞ്ഞിട്ട് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, ഒരു ഗൈഡ് ലൈൻസ് എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനും സിമ്പിളായിട്ട് സക്സസ് ആവാം, ചെറിയ സമയം കൊണ്ട്. ഒരു മെൻറ്റർ വരുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു ഗ്രോത്ത് നമ്മളൊരു 6 മാസം കൊണ്ട് ഉണ്ടാക്കുകയാണ്, അല്ലെ 1 ഇയർ കൊണ്ട് ഉണ്ടാക്കുകയാണ്, ഒരുപക്ഷെ അതിനേക്കാൾ വേഗതയിൽ. കാരണം അത്രത്തോളം എക്സ്പാൻഡിങ് ആയിട്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ പാഷൻ ഫോളോ ചെയ്യുന്നൊരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ പാഷനുള്ള കാര്യം തന്നെ ചെയ്താൽ പൈസ വരുമോ? ഒരു ബിസിനസ് നമുക്ക് പാഷനിൽ നിന്ന് മാത്രം തുടങ്ങാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഒരു പാഷൻ്റെ പുറത്ത് ഓടിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് പണ്ട് ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്, അധ്യാപനം വളരെ ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. അങ്ങനെ +1 പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിക്കാൻ, ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് മിനിമം ആ നാട്ടിലെ ഒരു 10ഓളം ട്യൂഷൻ സെൻറ്റേഴ്സിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. +2 പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളും ചെയ്തു തുടങ്ങി. ഈ മൊബൈൽ ഫോണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സെല്ല് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, ഡെലിവറി സർവീസ് തുടങ്ങി. ഇതൊക്കെ കുറേ എൻ്റെ വളരെ ചെറിയ സമയത്ത് കോളേജ് കാലഘട്ടം ആ ഒരു ടൈമിലൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പാഷനായിരുന്നു. ബിസിനസ്സും എൻ്റെ പാഷനായിരുന്നു, അധ്യാപനവും എൻ്റെ പാഷനായിരുന്നു. ഇന്ന് ഞാനിത് ക്ലബ് ചെയ്തേക്കുക. പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാഷനും ബിസിനസ് എന്ന് പറയുന്ന ഒരു പാഷനും കൂടെ ചേർത്തിട്ട് ഞാനത് ബിസിനസ് കോച്ചിങ് ആക്കി. ഓക്കെ, അപ്പം നമ്മുടെ പാഷനും നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയും നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്താലും നമ്മൾ മടുക്കില്ല, എത്രത്തോളം സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ ആ മേഖലയെക്കുറിച്ച് സംസാരിച്ചിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിനെ എങ്ങനെ മറ്റൊരാൾക്ക് പ്രയോജനമുള്ള രീതിയിൽ, അയാൾ നമുക്ക് ഒരു റിവാർഡ്, നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ മറ്റൊരാൾ എങ്ങനെ നമുക്ക് റിവാർഡ് തരും, നമ്മളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനമാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ പാഷൻ്റെ പുറകെ പോകണോ, ഈ പാഷന് ഡിമാൻഡ് ഉണ്ടോ, നമ്മുടെ ഇഷ്ടം നമ്മളുടെ മാത്രം ഇഷ്ടമാണോ, അതോ നമ്മളുടെ ഇഷ്ടം മറ്റൊരാളുടെ ആവശ്യം കൂടിയാണോ. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ യേശുദാസ് പാട്ട് പാടുന്നു എന്ന് പറയുന്നത് അദ്ദേഹം വെറുതെ പാട്ട് പാടി നടന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് യേശുദാസ് ആവില്ല, അല്ലേ? അതിനെ വിൽക്കാൻ പറ്റി, അതിനെ റേഡിയോയിലായിക്കോട്ടെ, അല്ലേ, ശരിയല്ലേ, അതിനെ സിനിമകളിലായിക്കോട്ടെ വിൽക്കാൻ പറ്റിയതുകൊണ്ടാണ് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിംഗറായിട്ട് മാറിയത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം മറ്റുള്ളവരുടെ ആവശ്യം കൂടിയായിട്ട് മാറ്റാൻ പറ്റുന്നിടത്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ്സുകാരൻ മാർക്കറ്റിങ്ങിൽ പുലിയായിരിക്കണം. അതെ, ഞാൻ വളരെയധികം മനസ്സിലാക്കുന്നു. പുലി അല്ലെങ്കിൽ അതിലൊരു ഇതില്ല. ഏതൊരു ബിസിനസ്സുകാരനും ആഗ്രഹിക്കുന്നത് ബിസിനസ് തുടങ്ങുക, അവനെ സ്റ്റേബിളാക്കുക. ഓക്കെ, ഒരു ബിസിനസ് ശരിക്കും എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്? ഒരു ബിസിനസ്സുകാരൻ എപ്പോഴാണ് ഫ്രീ ആവുന്നത്? ബിസിനസ് സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
നമ്മൾ എന്നാണോ ആ ബിസിനസ്സിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നത് അന്ന് തൊട്ട് ആ ബിസിനസ് സ്റ്റേബിൾ ആവും. പക്ഷേ ഇതിനകത്ത് അപ്ഗ്രഡേഷൻസ് വേണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഗ്രഡേഷൻസ് വേണം. ആ അപ്ഗ്രഡേഷൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും, കോംപ്ലിക്കേഷൻസ് കൂടും. സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചാലും, ഇപ്പോൾ ഏതൊരു ടെസ്ല ആണെങ്കിൽ പോലും അവരുടെ സിസ്റ്റം കണ്ടിന്യൂസ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനാവശ്യമായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ച സിസ്റ്റങ്ങളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. വിത്ത് കണ്ടിന്യൂസ് റിവ്യൂസ്, പ്രോപ്പറായിട്ടുള്ള റിവ്യൂ എടുക്കും, ഇടയ്ക്ക് സിസ്റ്റംസ് ചേഞ്ച് ചെയ്യും. അത് ആവശ്യമാണ്. അപ്പം സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞാൽ വൺസ് സ്റ്റേബിളായിട്ട് പിന്നെ അതിനെ തിരിഞ്ഞ് നോക്കണ്ട എന്നുള്ളതല്ല. നമ്മൾ സ്റ്റേബിൾ എന്ന് പറയുന്ന ഒരു പെർഫെക്ഷനിസം എന്ന് പറയുന്നൊരു സംഭവം ഇല്ലെന്നല്ലേ പറയുന്നത്, ശരിയല്ലേ? നമ്മൾ വീണ്ടും ആ ഒരു യാത്രയാണത് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്, എത്താനായിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ലെവലിലേക്ക് നമ്മൾ എത്തിയാലും, എലോൺ മസ്ക് ചന്ദ്രനിൽ അല്ലെങ്കിൽ എലോൺ മസ്ക് ചൊവ്വയിൽ കോളനൈസേഷൻ നടത്തി കഴിഞ്ഞാൽ പോലും, എലോൺ മസ്ക് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനിലേക്ക് അദ്ദേഹം എത്തിയാലും അവിടെ നിന്നും അദ്ദേഹം വീണ്ടും വലിയ സ്വപ്നങ്ങൾ കാണും. ശരിയാണ്, ആറ്റിറ്റ്യൂഡ്. യെസ്, അതാണ്. അപ്പോൾ പെർഫെക്ഷനിസം എന്ന് പറയുന്നൊരു സംഭവമില്ല, അതുപോലെ സ്റ്റേബിൾ എന്ന് പറയുന്നൊരു സംഭവമില്ല. ഇതിങ്ങനെ നമ്മൾ സ്റ്റേബിൾ ആക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ശ്രദ്ധ അതിൽ വേണം. എത്ര സെറ്റായി കഴിഞ്ഞാലും നമ്മുടെ ശ്രദ്ധ അതിൽ വേണം. അത് ബിസിനസ്സുകാരന് അതില്ലാണ്ട് പറ്റത്തില്ല. ഇപ്പം 500-ലധികം ക്ലയൻസിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ സഹായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഇത്രയും കണ്ട ബിസിനസ്സുകാരിൽ നിന്ന് സക്സസ്ഫുള്ളായ ബിസിനസ്സുകാരിൽ കോമൺ ആയിട്ട് കണ്ടൊരു കാര്യം, ഫെയിൽഡ് ബിസിനസ്സുകാർ, അതായത് ഒരു ഹോപ്പ്ലെസ് ആയിട്ട് വന്നവർ, അവരിൽ കണ്ടൊരു കാര്യം എന്തായിരുന്നു? ഈ സക്സസ് ആയ ആളുകൾക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അവരെന്ത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും ഇത് ശരിയാവും, നമ്മളിത് ശരിയാക്കും, സാറേ ടീമിനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി സാറിൻ്റെയും കൂടെ സപ്പോർട്ട് മതി. ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർ ടീമിനെ ഡീൽ ചെയ്യുന്നതും അവരുടെ ഫാമിലി അവർ ഡീൽ ചെയ്യുന്നതും എല്ലാം ആ ഒരു ഹോപ്പിലായിരിക്കും. പിന്നെ മാത്രമല്ല, അവർ പകൽക്കിനാവ് കണ്ട് നടക്കുന്ന ആളുകളല്ല, അവർ ഇറങ്ങി തിരിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതും ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ്. അവർ ചെയ്യുന്ന എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അവർ എളുപ്പ വഴിയിൽ റിസൾട്ട് അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ സക്സസ് ആവും. ഇനി ഫെയിലായവരെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവർ എപ്പോഴും ഒരു ഇരവാദമാണ് അവർക്ക്. സാറേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ആ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക് എപ്പോഴും. മനസ്സിലായോ? അപ്പോൾ ശരിയാവത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റ് നിൽക്കുമ്പോൾ തന്നെ ഒന്നും ശരിയാവാൻ സാധ്യതയില്ല, ഒരിക്കലും ശരിയാവില്ല. ബിസിനസ് എന്ന് പറയുന്നൊരു മൈൻഡ് ഗെയിമും കൂടിയാണ്, ശരിയല്ലേ? ഒരു ഓട്ട മത്സരം പോലെ നമ്മൾ ജയിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന റിസോഴ്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ യാത്ര തന്നെയാണ് ബിസിനസ്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം. സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ടീമിൽ നമ്മുടെ കൂടെ ആരെയൊക്കെയാണോ വേണ്ടത് അവരെല്ലാം നമ്മുടെ കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എത്ര വലിയ നോക്കിയുടെ അവസ്ഥയായി പോകും. കഴിഞ്ഞ ദിവസം അതിൻ്റെ MD-യുടെ CEO-യുടെ ഒക്കെ ഭയങ്കര വീഡിയോസൊക്കെ വൈറലാവുന്നുണ്ടായിരുന്നു. പിന്നെ ലൈക്ക് വി ഡോണ്ട് നോ വൈ വി ഫെയിൽ, വി ഡിഡ് എവറിഥിങ് റൈറ്റ് എന്ന് പറഞ്ഞ പോലെ. അത് ഈ അപ്ഗ്രേഡ് ചെയ്യുക, മാറുക എന്നുള്ളതിലാണല്ലോ. ആ സമയത്ത് ബ്ലാക്ക്ബെറി അങ്ങനെ തന്നെ ആ ഒരു സമയത്ത് വന്നു പോയി. ഒരു നീഷാണെങ്കിൽ പോലും ആപ്പിൾ വന്നെല്ലാം അടിച്ചു കളഞ്ഞൊരു അവസ്ഥ. ഇനി ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് കോച്ചിൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു, ഓക്കെ, ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏറ്റവും ആദ്യം ഒരു ബിസിനസ്സുകാരൻ വിഷമിക്കുന്നത് എന്നാണെന്നറിയാവോ? ഓൾറെഡി ചിലവ്. ബിസിനസ് ചെയ്യാൻ അതിയായ ആഗ്രഹമുള്ള ഞാൻ, എൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് ധൈര്യത്തിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ളൊരു അവസരമാണല്ലോ നിങ്ങളുടെ 21 ഡേയ്സിൽ എന്ന് പറയുന്നൊരു ബൂട്ട് ക്യാമ്പ്. അതായത് നിങ്ങൾ ആ ഒരു 21 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തരും എൻ്റെ പൊട്ടൻഷ്യൽ, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ, ഞാനിതെങ്ങനെ ചെയ്യും എന്നുള്ളത്. പക്ഷേ 21 ദിവസം ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മുതൽ മുടക്കില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ടെൻഷനാണ്. എക്സ്പെൻസീവായ ഒരു കോഴ്സിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ഇത് ഭയങ്കര പൈസ ചെലവുള്ള പരിപാടിയാണോ? ഒരു 10,000 രൂപ 21 ദിവസത്തേക്ക് പുതിയ ബിസിനസ് തുടങ്ങുന്നവരോ അല്ലെങ്കിൽ നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്കോ മാറ്റാനുണ്ടാവുമോ? എറൗണ്ട് ഒരു 1000+ ആളുകൾക്ക് ഞങ്ങൾ ആ പ്രോഗ്രാം ഇപ്പോൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 10,000 രൂപ താഴെയാണ് അവർക്ക് വരുന്ന ചിലവ് 21 ദിവസത്തേക്ക്. അതിലവർ പഠിക്കുകയല്ല, അവർ എക്സ്പീരിയൻസ് ചെയ്യാണ് ഇൻ എ പ്രാക്ടിക്കൽ വേ.
അവരുടെ ബിസിനസ്സിൽ സെയിൽസിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഇവരുടെ പെർഫോമൻസ് ഡൗൺ ആവുന്നത്, എവിടെയാണ് ഇനി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടത്, ഇങ്ങനെ ഒരു 20 മൊഡ്യൂൾസിൽ ഇൻക്ലൂഡിങ് ആഫ്റ്റർ ഒരു 5 ഇയേഴ്സിന് ശേഷം അവരുടെ ബിസിനസ് എവിടെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അടക്കം ഇവർക്ക് ക്ലാരിറ്റി കൊടുത്ത് ഇവരുടെ പാത്ത് കറക്റ്റാക്കി കൊടുക്കുക. നമ്മളൊരു വഴി വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പൊക്കോളും. മനസ്സിലായോ? അപ്പോൾ അത് കേരളത്തിലെ ബിസിനസ് ഓണേഴ്സിന് അത് വലിയൊരു ഹെൽപ്പായിട്ട് മാറുന്നുണ്ട്. വളരെയധികം അത് ബിസിനസ് ഓണേഴ്സ് അത് ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും സപ്പോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തടുത്ത സ്റ്റേജിൽ നിന്നുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സാധാരണപ്പെട്ട, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പണമില്ലാത്തത് കൊണ്ട് എൻ്റെ ബിസിനസ് പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന, അല്ലെ ഐഡിയാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫെയിലായി പോകുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന, എവിടെയാണ് പ്രോബ്ലം എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നാൽ ഞാൻ കുറേ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളുകൾക്കുള്ളൊരു സൊല്യൂഷനായിട്ടാണ് സ്റ്റെപ്പെക്സ് ഈ ഒരു പ്രോഗ്രാം വെച്ചേക്കുന്നത്, 21 ഡേയ്സ് ബിസിനസ് ബൂട്ട് ക്യാമ്പ്. അപ്പോൾ അതൊരു ട്രാൻസ്ഫോർമേഷൻ ബൂട്ട് ക്യാമ്പ് തന്നെയാണ്. രക്ഷപ്പെടേണ്ടവനാണെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രോഗ്രാം ക്യാമ്പ് രക്ഷപ്പെടും. സർക്കാർ ജോലി എന്നൊരു ട്രെൻഡിൻ്റെ സമയത്ത് വിജിലൻസിൽ ജോലി കിട്ടിയ ഒരാളാണ്. അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ കണ്ണും പൂട്ടിപ്പോയി ആളുകൾ ആ ജോലി എടുക്കുന്ന സമയത്ത് ഇതല്ല എൻ്റെ വഴി എന്ന് പറഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ബേസിക്കലി ഒരു 9 to 5 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി എത്രത്തോളമാണോ, നമ്മളുടെ ചിന്താശേഷി എത്രത്തോളമാണോ അതിനെയൊക്കെ തറച്ചിടുന്നൊരു പരിപാടിയാണ് ഈ 9 to 5. എംപ്ലോയീസ് ആണെങ്കിൽ പോലും അവർ ഈ 9 to 5 കോൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു കോർ ടീമിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു കമ്പനിയെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിൻ്റെ കൂടെ സഞ്ചരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 9 to 5 പ്രോസസ്സിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടും എന്നും ഒരു കസേര, ഒരേ ആളുകൾ, ഒരേ ഫയലുകൾ, ഇതൊക്കെ കണ്ട് ഒരു ലൈഫിലൊരു ഉയർച്ച എന്ന് പറയുന്നൊരു സംഭവം ലിമിറ്റഡ് ആയിപ്പോവും. ഒരു ലിമിറ്റ് കൂടുതൽ ഒരിക്കലും നമുക്ക് വളരാൻ പറ്റില്ല, ആളുകളെ കാണാൻ പറ്റില്ല, രാജ്യങ്ങൾ കറങ്ങാൻ പറ്റില്ല, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഗവൺമെൻറ് ജോലിയോട് യാതൊരു താല്പര്യവും ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് മാറി എന്നുള്ളതാണ്. ആൾക്കാർ നിങ്ങളെ തല്ലും വഴിയിൽ കണ്ട ഗവൺമെൻറ് ജോലി വേണ്ടതാണ്. സോ ഇപ്പോൾ ഈ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു ട്രെൻഡ്, അതിനുശേഷം വിദേശത്ത് പോയി സെറ്റിൽ ആവലൊരു ട്രെൻഡ്, അത് കഴിഞ്ഞപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ട്രെൻഡ്, ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ട്രെൻഡ് എന്തായിരിക്കും? ആക്ച്വലി ഇപ്പോൾ ഒരുപാട് പേര് പുറത്തുനിന്ന് തിരിച്ചു വരുന്നുണ്ട്. റിവേഴ്സ് മൈഗ്രേഷൻ വളരെയധികം ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് വേറെ വഴിയില്ലാതെ ബ്രോഡ് കൺസൾട്ടൻസീസും പുറത്തോട്ട് ആളുകളെ വിടുന്ന സ്ഥാപനങ്ങളും ഒക്കെ ഇങ്ങനെ ആളുകളെ മാക്സിമം കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. കാനഡയിൽ പോലും ആളുകൾക്ക് ചെന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി വരികയാണ് കാര്യങ്ങൾ. ശരിയല്ലേ? അപ്പോൾ നാട്ടിൽ വന്നിട്ട് ചായയും ബണ്ണും വിൽക്കാനൊക്കെ ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലം ഇനി കുറച്ചും കൂടെ വൈഡായിട്ട്, അഗ്രസീവായിട്ട് നമ്മൾ കാണും. ആളുകളെല്ലാം ഈ ഒരു ട്രെൻഡിൻ്റെ പുറകെ വരുന്നത്. ഒരു 10 മീറ്റർ അപ്പുറത്ത് ചിലപ്പോൾ വീണ്ടും ഒരു ബണ്ണും ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ സംരംഭകർ വരണം, എന്നാലേ ഈ പുറത്തോട്ട് പോകുന്ന ട്രെൻഡ് കുറയ്ക്കാൻ പറ്റൂ. അതും സംരംഭകർ വന്നിട്ട് അവർ ഫെയിലായി പോയിട്ടും കാര്യമില്ല. അവരൊക്കെ വിജയിക്കണം, അവരെ പിടിച്ചു നിർത്തണം, അവർ ഉയർച്ചയിലേക്ക് പോകണം, അവർക്ക് നല്ലൊരു ടീമിനെ ചേർത്ത് നിർത്താൻ പറ്റണം. ആ കൂടെ ചേർത്ത് നിർത്തുന്ന ടീമിൻ്റെ ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ആവുന്നതും അവരുടെ ജീവിതം മെച്ചപ്പെടുന്നതും മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ഈ കമ്പനികൾക്ക് പറ്റണം. ഇനിയുള്ള ആളുകൾ ജോലിക്ക് കയറുമ്പോൾ അവരാഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടണം എന്നാണ് എല്ലാ എംപ്ലോയീസും ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ളൊരു ആംബിയൻസ്, എൻവയോൺമെൻറ്റ്, ഓർഗനൈസേഷൻസ് കേരളത്തിൽ ബിൽഡ് ചെയ്യുക, സ്ഥാപനങ്ങളെ വലിയ നിലയിലേക്ക് അവർക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, അതൊരു തീപ്പെട്ടിക്കൊള്ളി അവരുടെ ഉണ്ടെങ്കിൽ അതിനെ ആളിക്കത്തിക്കാനുള്ള ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡ്. ഒരുപാട് പേര് ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങും. കാരണം ട്രെൻഡ് അത്രത്തോളം, പണ്ട് ഗൾഫിൽ പോയ ട്രെൻഡും യൂറോപ്പിൽ പോയ ട്രെൻഡും ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡും നോക്കുവാണെങ്കിൽ ഇത് വല്ലാത്തൊരു ഗ്രാഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പീക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ അതുപോലെ പൊട്ടുന്നുമുണ്ട്, അതുപോലെ കൂടുന്നു, ഫെയിൽ ആവുന്നതിൻ്റെ കഥകൾ നമ്മൾ കൂടുതൽ കേട്ട് തുടങ്ങും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് എടുത്ത് ചെയ്താൽ മതിയല്ലോ. ഈ പറഞ്ഞ പോലെ ഒരു MBA കോളേജിൽ പോയിട്ട് ഒന്നും പഠിക്കില്ല. ഞാൻ MBA പഠിച്ച ഒരാളാണ്. അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ഞാൻ എൻ്റെ ബിസിനസ്സിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അനുഭവത്തിൽ വീണ് കാലുമുറിഞ്ഞ് കൈമുറിഞ്ഞ് പഠിച്ചു എന്ന് പറയുന്ന പോലെ, സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ പല വീഴ്ചകൾക്ക് ശേഷമാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രാറ്റജീസ്, റൈറ്റ് സ്ഥലത്ത് നിന്ന് ഹെൽപ്പ് എടുക്കുക, എല്ലാം. സ്റ്റെപ്പെക്സ് ഇത്രയും വർഷം ഒരുപാട് പേർക്ക് സ്റ്റെപ്പുകൾ കാണിച്ച് അവിടെ നിന്നു, കയറ്റി വിട്ടിട്ടുണ്ട്, തള്ളി വിട്ടിട്ടുണ്ട്, അവരുടെ കൂടെ കയറിപ്പോയിട്ടുണ്ട്. ഇത്രയും വർഷത്തെ കാലയളവിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് അല്ലെങ്കിൽ പ്രൗഡായിട്ട് തോന്നുന്ന, കൃതാർത്ഥനായി എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ കുറേ പേരുടെ യഥാർത്ഥ കഴിവുകളെ കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്.
മെയിനായിട്ട് ഓരോ ഓർഗനൈസേഷനിൽ അണ്ടർ പ്രൊഡക്റ്റീവായിട്ട് കിടന്ന ആളുകളെ പോലും അവരുടെ പീക്ക് പെർഫോമൻസിലേക്ക് എത്തിച്ച് ആ ബിസിനസ്സിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് മാറാൻ അവരെ തയ്യാറാക്കിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭയങ്കര നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു എനർജി തരുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു 500+ ബിസിനസ് ഓണേഴ്സിന് കൃത്യമായിട്ട് കൺസൾട്ടിങ്ങും ഗോൾ സെറ്റിങ്ങും എല്ലാം റെഡിയാക്കി കൊടുത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള സ്ട്രാറ്റജീസ്, അതായത് വാതിലാണ് നമ്മൾ തുറന്നിടുന്നത്. ഓക്കെ, അതൊക്കെ നമ്മളെ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ജോലിയൊക്കെ ക്വിറ്റ് ചെയ്ത് വൈഫിൻ്റെ കൂടെ യൂറോപ്പിൽ പോയി നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം നഷ്ടപ്പെടുത്തി ഫാമിലിയും എല്ലാം മാറ്റി വെച്ച് നമ്മൾ ഈ ഒരു നമ്മുടെ ഡിസയറിൻ്റെ പുറകെ നമ്മൾ ഓടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ക്ലയൻസിന് കിട്ടുന്ന റിസൾട്ട്, അവരുടെ ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഞാനൊരിക്കലും ഒരു കോച്ചോ ഒരു ട്രെയിനറോ ഒന്നുമല്ല, ഞാനൊരു ഡിവൈൻ പർപ്പസായിട്ടാണ് ഞാനിതിനെ ഏറ്റെടുക്കുന്നത്. ഒരുപാട് ബിസിനസ്സുകൾ ഒരു കൈത്താങ്ങ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെയൊക്കെ കൺമുമ്പിൽ തന്നെ. അപ്പോൾ അവരെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്കോണമിയുടെ ഒരു പാർട്ട് തന്നെയാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഞരമ്പ് ആക്ടിവേറ്റ് അല്ലാതെ അല്ലെങ്കിൽ ഒന്ന് ചുരുണ്ട് കൂടി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോഡിയുടെ ഫുൾ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു ബിസിനസ്സുകാരൻ ആക്ടിവേറ്റ് ആകുമ്പോൾ ഒരു എക്കോണമിയുടെ ഒരു ഭാഗം തന്നെയാണ് ലൈവായിട്ട് മാറുന്നത്. ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന പോലെയാണ്, ശരിയല്ലേ? അപ്പോൾ എത്ര കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര സ്ഥാപനങ്ങൾ അല്ലേ? ഒരു ബിസിനസ്സുകാരൻ സക്സസ് ആകുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്, സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ് അല്ലേ, എംപ്ലോയീസ്, അങ്ങനെ ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റീസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു നിയോഗമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിനകത്ത് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരു 1000+ ട്രെയിനിങ്സ് നടത്താൻ കഴിഞ്ഞത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ 500+ ബിസിനസ് ഓണേഴ്സിന് അറൗണ്ട് 30+ ഇൻഡസ്ട്രീസിലായിട്ട് നമ്മൾ കൺസൾട്ടിങ്ങും കോച്ചിങ്ങും ഒക്കെ കൊടുത്ത ആളുകളെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് പൊക്കി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഹ്യൂമൻ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ, ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ്. ആ സാധ്യതകൾ ഒരു മനുഷ്യൻ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അയാളുടെ ലിമിറ്റ് അല്ലെങ്കിൽ അയാളുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗവൺമെൻറ് ജോബിലോ അല്ലെങ്കിൽ ഒരു 2 lakh 3 lakh മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു യൂറോപ്പ് സെറ്റിൽമെൻറ്റിലോ ഒന്നും ഒതുങ്ങില്ല. പറക്കാം, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവയ്ക്കാം. അത്രയ്ക്ക് വലിയ സാധ്യതകളാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഈ പടച്ച തമ്പുരാൻ ഇങ്ങോട്ട് തന്ന് നമുക്ക് വിട്ടിട്ടുള്ളത്. ഓക്കെ, അതിനെയൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുക, അതിനെ തിരിച്ചറിയാൻ പറ്റുക, അതിൽ വിശ്വസിക്കുക, എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്യുക. വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ട് സ്വപ്നം കണ്ട് എന്നൊരു കാര്യം ആലോചിച്ച് നാളെ അങ്ങ് ഇറങ്ങി തിരിക്കാതെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി, നമ്മളൊരു വീട് വയ്ക്കാൻ പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ പ്ലാൻ ഉണ്ടാക്കി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി നമ്മുടെ ഡേ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ പ്ലാനിങ്ങും എല്ലാം കൃത്യമായിട്ട് ചെയ്ത് ടൈം മാനേജ്മെൻറ്റും ഇതൊക്കെയാണ് നമ്മൾ എക്സലൻ്റ് ആവേണ്ടത്, ഇതിലൊക്കെയാണ് നമ്മൾ മിടുക്കരാവേണ്ടത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേയൊക്കെ ഇത് തന്നെ ചെയ്തോളൂ. ഒരു 100ഓളം ഓർഗനൈസേഷൻസിൻ്റെ വിർച്വൽ CEO ആയിട്ട് ഞാൻ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെ നമ്മളൊരു ഈ ഡിവൈൻ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഒരു നിയോഗം പോലെയാണ് ഒരുപക്ഷെ ഈ ഇത്രയും വലിയൊരു മിഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അതൊക്കെ വളരെ പ്രൗഡായിട്ടുള്ള കാര്യമാണ്. പ്രൗഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കുന്ന ചില തിരിച്ചറിവുകളാണ്, ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ ഏതൊരു സംരംഭകനും, ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളാണെങ്കിലും അവരുടെ ആ നിയോഗം ഏറ്റെടുക്കണം. എവ്രിതിങ് ഈസ് ഡിവൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഒരു 10 പേർക്ക് ജോലി കൊടുക്കുന്നതായിക്കോട്ടെ, നമ്മുടെ കയ്യിൽ 100 രൂപ ഉള്ളതിനെ 1000 രൂപ ആക്കുന്ന ഒരു ഗെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ വരുന്ന, നമ്മുടെ സർവീസ് തേടി വരുന്ന കസ്റ്റമർക്ക് നീറ്റായിട്ട് സർവീസ് കൊടുക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ ഒരു ഡിവൈൻ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാഷൻ്റെയും ജീവിതത്തിൻ്റെയും നമ്മുടെ രക്തത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളൊക്കെ മാറും. ഇത് രണ്ടായിട്ട് കാണുന്നുമുണ്ട്, എന്നാൽ ഇതിനെ ഒന്നാക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് പലപ്പോഴും വരുന്ന പ്രശ്നം. പക്ഷേ ബേസിക്കലി ഒരു ഓൺട്രപ്രണർ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നതെങ്കിൽ ഞാൻ ഇത് നേടും, എൻ്റെ ഗോൾ ഇതാണ്. പല ബിസിനസ്സുകാരോട് എന്താണ് ഗോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. ആ ഗോളിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി, അവർക്ക് എവിടെ എത്തണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു വിജയം, അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി 50 ഇരട്ടി 100 ഇരട്ടി വിജയത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള വർക്ക് ഒരു കൺസൾട്ടൻറ്റിന് അല്ലെങ്കിൽ ഒരു കോച്ചിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ. പക്ഷെ ഒറ്റ കാര്യം, അവർ കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ടിട്ട് പോകുന്നത് പോലെ ഇനി കൺസൾട്ടൻ്റ് അങ്ങ് ചെയ്തോളൂ എന്നുള്ള സെറ്റപ്പിലാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ പൈസയും തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്നേഹത്തോടെ അവരെ ഒഴിവാക്കി വിടുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കല്ലൂർ പള്ളിയുടെ മുമ്പിൽ ഒരു ഓഡിങ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു ആ സംഭവം. പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ ഇനി പഠിച്ചൂടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരസ്യത്തിന്റെ ബോർഡാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാതെ ഒരു ദൈവത്തിനും ഒരു മതങ്ങൾക്കും ഒരു പ്രത്യയശാസ്ത്രങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോൾ ഒരു കൺസൾട്ടൻറ്റിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കും മുകളിലാണ് അവരുടെ മനസ്സ്, അവരുടെ വിശ്വാസം. അതവർക്കുണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിന് അവർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ കൂടെ ആ പ്രോസസ്സിൽ വർക്ക് ചെയ്യാനായിട്ടും പറ്റും. ബോഡി എഫിഷ്യൻ്റായിട്ട് നമ്മൾ കൊണ്ടുപോവുക, മൈൻഡ് നല്ല നീറ്റായിട്ട് നമ്മൾ കൊണ്ടുപോവുക, നമ്മുടെ ടൈം എഫിഷ്യൻ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക, നമ്മുടെ ഫാമിലി, നമ്മുടെ സറൗണ്ടിങ്സ് ഇതിനെയൊക്കെ നീറ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ കുറേ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലൈഫിൽ റെഡിയായി. അപ്പോൾ നമ്മുടെ ഫോക്കസ് കൃത്യമായിട്ട് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അച്ചീവ്മെൻറ്റ്സ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ. ഇത്രയും പറഞ്ഞതിൻ്റെ ഇടയിലാണ് ഞാൻ മനസ്സിലാക്കിയത് താങ്കളുടെ ഭാര്യ വിദേശത്തും താങ്കൾ ഇവിടെയും. അതായത് വലിയൊരു സാക്രിഫൈസാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നിട്ട് പാഷന് പിന്നാലെ പോകുന്നതും അതിൻ്റെ കൂടെ ഒരു ഫാമിലി ലൈഫ് കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും സപ്പോർട്ടില്ലാണ്ട് രണ്ട് കൂട്ടർക്കും പറ്റത്തില്ല. സോ അപ്പോൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊന്നും വേണ്ട എൻ്റെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞ് വരുന്ന ഒരാളാണ്, ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സുകാരൻ? ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ ഇന്ന് എൻ്റെ വർക്കിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്തുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിൻ്റെ ഏറ്റവും പിന്നിലെ കാരണം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. ഇപ്പോൾ വൈഫ് വളരെ സപ്പോർട്ടീവാണ്. വൈഫും ഒരു ഓൺട്രപ്രണറാണ്. കുട്ടികൾക്ക് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അറൗണ്ട് ഒരു 1000-ഓളം കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് അവർക്ക് ലൈഫ് കോച്ചിങ്ങാണ് കൊടുക്കുന്നത്. 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ലൈഫ് കോച്ചിങ് വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അവരുടെ ക്യാരക്ടർ ബിൽഡിങ്, അവർ 25ാമത്തെ വയസ്സിൽ ആരാവണമെന്നും 30ാമത്തെ വയസ്സിൽ ആരാവണമെന്നും തീരുമാനിക്കുന്ന ലെവലിലേക്ക് അവരെ ചാനലൈസ് ചെയ്ത് ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഇങ്ങനെ അവരുടെ സ്പിരിച്വൽ ലെവലിൽ വരെയുള്ള അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈഫ്, എലോങ് വിത്ത് ഹെർ ഡ്യൂട്ടി. നേരത്തെ പറഞ്ഞതുപോലെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ. അപ്പം അദ്ദേഹം അയർലൻഡിലിരുന്ന് വർക്ക് ചെയ്യുന്നു, ഞാൻ നാട്ടിലിരുന്ന് ബിസിനസ്സുകാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്മ വളരെ സപ്പോർട്ടീവാണ്. വളരെ എന്ത് ചെയ്താലും നീ ചെയ്യ് എന്നേ പറയത്തുള്ളൂ. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ പല ചിന്തകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിനെന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, അത് നീ ഇപ്പം ഇരുന്നൊന്നും ആലോചിക്കണ്ട, തന്നെ അങ്ങ് വന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺഫിഡൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത്. എൻ്റെ സിസ്റ്ററുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ കസിൻസ് ഉണ്ട്, പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ അങ്കിൾമാർ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ഭയങ്കര, എൻ്റെ ഈവൻ എൻ്റെ വൈഫിൻ്റെ പേരൻസ് ബിസിനസ് ചെയ്യണവർക്ക് അസൂയ വരും. ഇത്രയും പേര് സപ്പോർട്ടുള്ളൊരു കുടുംബം സാധാരണ നശിച്ചു പോളടാ ഇങ്ങനെയൊക്കെ ഇറങ്ങല്ലേ എന്ന് പറയുന്ന വീടുകളിൽ നീ പോകുന്നു പറയുന്ന വലിയ കാര്യമല്ലേ. അതാണ്, അത് തന്നെയാണ് നമ്മുടെ എനർജിയും. ഓക്കെ. എൻ്റെ പെങ്ങള് പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്, കേക്ക്, അതുപോലെ തന്നെ കുറച്ച് പിന്നെ ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ആരും നമ്മുടെ യാത്രയിൽ ഒരു തടസ്സത്തിനില്ല. നമ്മൾ 10ലാണ് പോകുന്നെങ്കിൽ നമ്മളെ 100ലേക്ക് പിടിച്ച് തള്ളി വിടത്തേ ഉള്ളവർ. പത്രോസിൻ്റെ അമ്മായിമ്മയെ പോലെ തള്ളി താഴെയിടലല്ല, കൂടെ യാത്രയും സഞ്ചരിക്കലുമാണ്. അപ്പോൾ സ്റ്റെപ്പ് എക്സിന് ഇനിയും ഒരുപാട് സ്റ്റെപ്സ്, അത് നമുക്ക് സ്റ്റെപ്പ്മാരി എസ്കലേറ്ററിലോട്ട് കയറി പിന്നീട് പറന്നൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ യുവർ ടൈം. ഒരുപാട് പേർക്ക് ഇനിയും സഹായമാവാനായിട്ട് സാധിക്കട്ടെ. 100 വെർച്വൽ പ്ലേസസിലെ വെർച്വൽ CEOയിൽ നിന്ന് അതൊരു 1000-ലോട്ടോ 10,000-ലോട്ടോ ഒക്കെ എത്താനായിട്ടുള്ള സ്പേസ്, ഭാഗ്യം എല്ലാം ഉണ്ടാവട്ടെ. ടൈമും കൂടി വേണമല്ലോ, അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് ഓട്ടോമേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.